മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. मैथ्यू गॉस्पल का 15वां सेशन जो है हम लोग आज देखने के लिए जा रहे हैं. ഇനി ഇന്ന് 24-25 അധ്യായമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആജ് 24 ആൻഡ് 25 നമ്മൾ ദിക്കെങ്കിൽ അത് എത്രത്തോളം എനിക്ക് അതിൽ നിന്ന് വ്യക്തമായി പൂർണ്ണമായി പഠിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വളരെ പ്രധാനപ്പെട്ടതും ഓരോരോ വാക്യങ്ങളൊക്കെ നല്ലത് മനസ്സിലാക്കി പോകേണ്ടതാണ്. എന്നാലും നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തെ പിന്നൊരു സമയം ദൈവം അനുവദിച്ചാൽ നമ്മൾ വിശദമായി പഠിക്കും. കാരണം എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചു, പർവ്വത പ്രസംഗവും അങ്ങനെയുള്ള ചില ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പഠിക്കും. മുമ്പോട്ടുള്ള സമയങ്ങൾ കർത്താവ് അതിന് വേണ്ടി മുഖാന്തരങ്ങൾ ഒരുക്കി തരട്ടെ. 24 एंड 25 आज हम लोग देखेंगे. कितना उसमें से हम लोग सब कुछ डिटेल में जा पाएंगे मुझे नहीं पता, अपने सामने टाइम का भी है, लेकिन जितना हो सकता है उतना हम लोग देखेंगे. मैथ्यू 24 एंड 25 മത്തായി എഴുതിയ സുവിശേഷം 24-25 അധ്യായങ്ങൾ. റിമെമ്പർ ഐ ടോൾഡ് യു, മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ 5 ടീച്ചിങ്സ് ഉണ്ട്. मत्ती का सुसमाचार में यीशु मसीह का 5 ടീച്ചിങ്സ് है. റിമെമ്പർ ഫസ്റ്റ് ക്ലാസ് में देखा, ഒന്നാമത്തെ സെഷനിൽ നമ്മളത് കണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് റിമെമ്പർ ഐ വിൽ ജസ്റ്റ് ഗീവ് യു ദ ചാപ്റ്റേഴ്സ്. അത് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചാപ്റ്റേഴ്സ് പറയാം. മാത്യു 5-7, മത്തായി 5 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങളിൽ പർവ്വത പ്രസംഗം, ദ സർമൺ ഓൺ ദി മൗണ്ട്, പഹാഡി പെഗാം കോ हम लोग देखते, അതാണ് ഒന്നാമത്തെ ഉപദേശം, ഫസ്റ്റ് ടീച്ചിങ്. രണ്ടാമത്തത് മാത്യു ചാപ്റ്റർ 10, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. അതെവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെച്ചാൽ അത് നമുക്ക് പിന്നത്തേതിൽ പ്രയോജനപ്പെടും. 2, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. ദൂസറ ജോ ഹെ മാത്യു ചാപ്റ്റർ 10, മിഷനോടുള്ള ബന്ധത്തിലാണ് ജീസസ് അത് സംസാരിക്കുന്നത്. മിഷൻ കെ ബാരെ में यीशु मसीह वहाँ पर बताता हुआ बात. നമ്പർ 3, മൂന്നാമത്തത് 18-ാം അധ്യായമാണ്. യേശുവിൻ്റെ മൂന്നാമത്തെ ഉപദേശം അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ മത്തായി, സോറി നോട്ട് 18, 13-ാം അധ്യായം. ചാപ്റ്റർ 13, 13-ാം അധ്യായം. അത് രാജ്യത്തിൻ്റെ ഉപമകളാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. बादशाही के तमजीलों को, दृष्टांतों को यीशु मसीह वहाँ पर सिखाते हैं. चैप्टर 13. सो चैप्टर 5-7 नंबर 1, चैप्टर 10 नंबर 2, चैप्टर 13 नंबर 3, नंबर 4 നാലാമത്തത്, चैप्टर 18 18-ാം അധ്യായം, चैप्टर 18 वहाँ पर जीसस का 4th टीचिंग को हम लोग देख सकते हैं. डिसाइपलशिप के बारे में ശിഷ്യത്വ പാഠങ്ങളാണ് അവിടെ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് 24 ആൻഡ് 25. അഞ്ചാമത്തതാണ് 24-25 അധ്യായങ്ങളിലുള്ള 5-ാമത്തെ ടീച്ചിങ്. സോ 5 പില്ലേഴ്സ് ഇൻ മാത്യു ഗോസ്പൽ. 5 തൂണുകൾ, യേശുവിൻ്റെ ടീച്ചിങ്ങിൻ്റെ 5 തൂണുകളിലാണ് മത്തായി സുവിശേഷത്തെ നിർത്തിയിരിക്കുന്നത്. 5 पिलर्स में मैथ्यू गॉस्पल को रखा गया. बाइबल स्कॉलर्स ऐसा बोलते हैं, ओल्ड टेस्टमेंट का फाउंडेशन जो था फर्स्ट 5 बुक्स है. തോറ, പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളാണ് പെന്ററ്റുക്ക് അല്ലെങ്കിൽ തോറ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന 5 പുസ്തകം. ഉൽപ്പത്തി തൊട്ട് ആവർത്തന പുസ്തകം വരെ, ജെനിസിസ് ടു ഡിട്രോണമി. സോ ലൈക്ക് ദാറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് का ഫൗണ്ടേഷൻ है ദിസ് 5 ടീച്ചിങ്സ്. പുതിയ നിയമത്തിൻ്റെ ലോയോ, പുതിയ നിയമത്തിൻ്റെ തോറയോ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാമെന്ന 5 യേശുവിൻ്റെ ടീച്ചിങ് ആണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഇൻ അനദർ വേർഡ്സ്, ജീസസ് ഇസ് ദ ന്യൂ മോസസ്. യേശു ആ പുതിയ മോശയെ പോലെ ദൈവസഭയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഉപദേശങ്ങളാണ്. तो एक नया मूसा के जैसा कलीसिया को यीशु मसीह सिखाता हुआ 5 टीचिंग्स. उसमें से 5th टीचिंग में हम लोग आ जाए. 5-ാമത്തെ
പാഠത്തിലേക്കാണ്, അഞ്ചാമത്തെ ടീച്ചിങ്ങിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. ഇതിനെ ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ഒലിവ് അല്ലെങ്കിൽ ओलिव के जैतून के उस पहाड़ पर यीशु मसीह ने दिया गया वो पैगाम करके हम लोग देख सकते हैं. When you come to chapter 24, 24 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകും. ചാപ്റ്റർ 24 വേഴ്സസ് 3, അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ, അപ്പോൾ ഒലിവ് മലയിൽ ഇരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ് 24-25 അധ്യായം. और वो जब जैतून पहाड़ पर बैठा था, तो दिस इज कॉल्ड एज ओलिवेट डिस्कोर्स. ഓക്കെ, ജൈത്തൂൻ കെ പഹാടി പെഗാം. ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരെ ഉപദേശിച്ച പാഠങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശിഷ്യന്മാരോടാണ് യേശു ഇത് പറയുന്നത്. വരുവാനുള്ള കാര്യം, നടക്കാനുള്ള കാര്യത്തെക്കുറിച്ച് യേശു പ്രവചിച്ച് ഇവിടെ സംസാരിക്കുകയാണ്. आने वाले बातों को यीशु मसीह वहाँ पर ആസ് എ പ്രോഫറ്റ് പ്രൊഫസൈ करता है. അവരുടെ ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് യേശു ഇതിന് അഡ്രസ്സ് ചെയ്തത്. ഉൻകെ സവാലോं का जवाब യേശു മസീഹ് देता है. എന്താണ് അവരുടെ ചോദ്യം? there are primarily 2 questions, 2 ചോദ്യങ്ങളാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നതെങ്കിലും എനിക്കവിടെ 3 ചോദ്യങ്ങളാണ് കാണാനുള്ളത്. बहुत सारे लोग कहते हैं कि वहाँ पर चेले लोग ने 2 सवाल को पूछे थे, लेकिन मैं वहाँ पर 3 सवालों को देखता हूँ. Just look at that question verses 3. 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. There are 3 questions. I can see 3 questions. 3 ചോദ്യങ്ങളെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പഠിയെ जरा हिंदी में पढ़िए, जल्दी पढ़िए. तब वह जैतून पहाड़ पर बैठा था, तो एक चेलों ने एकांत में उसके पास आकर कहा, हमें बता कि ये बातें कब होंगी. नंबर 1, तेरे आने का. नंबर 2, और जगत के अंत का क्या चिन्ह होगा. नंबर 3, ये बातें कब होगी. नंबर 2, तेरे आने का. नंबर 2, नंबर 3, और जगत के अंत का क्या चिन्ह होगा. 3 ചോദ്യങ്ങളാണ് അല്ലേ? മലയാളത്തിൽ നിന്ന് വായിച്ചു പെട്ടെന്ന്. ഇതെപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം. മലയാളത്തിൽ തന്നെ നിങ്ങൾ വായിക്കുന്നതായിരിക്കും നല്ലത്. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിത്തവന്റെ അടുക്കൽ വന്നു, ഇത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം എന്തു എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഇത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന്, അതാണ് 2-ാമത്തെ ചോദ്യം, നിന്റെ വരവിന് അടയാളം. 3, ലോക അവസാനത്തിൻ്റെ അടയാളം. 3 ചോദ്യങ്ങളുടെ മറുപടിയാണ് 24-25 അധ്യായം. മനസ്സിലാകുന്നുണ്ടോ പ്രിയർക്ക്? समझ में आ रहा है आप लोगों को? 3 क्वेश्चंस का आंसर है 24 and 25. ओके, नाउ कितने लोगों ने आज पढ़ा मेरा मैसेज देखकर? 24-25 और एक बार पढ़ा आपने? वेरी गुड, बाय. चलो, ഓക്കെ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത ഭാവിയിൽ നടക്കാനുള്ളതും വരുവാനുള്ള ഭാവിയിൽ നടക്കാനുള്ള കാര്യം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്താണ് യേശു ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. അടുത്ത ഭാവിയിൽ എന്ന് പറഞ്ഞാൽ നിയർ ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത് നടക്കാൻ ഒരു 30-40 വർഷത്തിൽ നടക്കാനുള്ള കാര്യവും അവസാനം വരെ നടക്കാനുള്ള കാര്യം ഇത് മിക്സ് ചെയ്തിട്ടാണ് യേശു പറയുന്നത്. नियर फ्यूचर में होने वाला बातें, मतलब नियर फ्यूचर मतलब 30-40 साल के अंदर होने वाली बातें, और यीशु आने तक जो होने वाली बातों को दोनों को मिक्स करके यीशु मसीह बता रहे. सो प्लीज राइट डाउन दैट इज वेरी इंपॉर्टेंट. അത് എഴുതിയിടണം നിങ്ങളുടെ നോട്ട്സിൽ. ये दोनों को ना मिक्स करके അത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് യേശു പറയുന്നത്. അതായത് 30-40 വർഷത്തിൻ്റെ ഉള്ളിൽ നടക്കാനുള്ള കാര്യവും യേശുവിൻ്റെ വരവിൻ്റെ അവസാനം വരെ നടക്കാനുള്ള കാര്യം, 30-40 ईयर्स के अंदर दरमियान नियर फ्यूचर में होने वाले बातें एंड डिस्टेंट फ्यूचर में होने वाले बातों को मिक्स करके बात है. सो वी शुड बी वेरी കെയർഫുൾ ഇൻ എക്സിജിറ്റിങ് ഇറ്റ്. അതിനെ മനസ്സിലാക്കി
പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഇതിൽ 4-31 ഐ എം ഗിവിങ് ദ ഡിവിഷൻ. ഞാൻ ആ ഡിവിഷൻ തരികയാണ്. 4-31, 4 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ തൊട്ട് മുൻപേ വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ യേശു ഡിസ്ക്രൈബ് ചെയ്യുകയാണ്, ആ ഇവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. 4 से लेके 24 का 4 से लेके 31 तक का वर्ष में जीसस का सेकेंड कमिंग तक के बातों में क्या क्या इवेंट होने वाला है उसको डिस्क्राइब कर रहा है. ओके, 4 till 31. इज दैट क्लियर? 4 से लेके 31 तक जीसस का सेकेंड कमिंग तक का होने वाले बातों को डिस्क्राइब कर रहा है. देन उसके बाद 24 का 36 से लेके 24 का 36 से लेके 25 का 30 तक, 24 का 36 से लेके 25 का 30 तक, 24-36 തൊട്ട് 25-30 വരെയുള്ള വാക്യങ്ങളിൽ ജീസസ് ഈസ് ഗിവിങ് ലെസൺസ് ഹൗ വി ഷുഡ് ബി watching, waiting, and be prepared for Christ return. മലയാളത്തിൽ പറയാം. 24-36 തൊട്ട് 25-30 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഉപമകളാൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ എങ്ങനെ ഒരു ശിഷ്യൻ വാച്ച് ചെയ്യണം, ശ്രദ്ധയോടെ ആയിരിക്കണം, വെയിറ്റ് ചെയ്യണം, 3 ഒരുക്കത്തോടെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചാണ് 24-36 തൊട്ട് 25-30 വരെ ഉപമകളാണ് ഇതിൻ്റെ ഇടയ്ക്ക്. तो इसके बीच में पैराबल्स है, हाउ वी शुड वॉच, വെയിറ്റ് ആൻഡ് ബി പ്രിപ്പയർഡ്. ദിസ് ഫോർ ദ ഡിസൈപ്പിൾസ്. ഇത് ശിഷ്യന്മാർക്ക് വേണ്ടിയാ. तो आप लोग बोलेंगे तो बिलीवर्स, what is the difference between believers and disciples? എന്താണ് വിശ്വാസിയും ശിഷ്യൻ്റെ ഡിഫറൻസ് എന്താണ്? What is the difference? Can anybody tell me in one line? വിശ്വാസിയും ശിഷ്യൻ്റെ ഡിഫറൻസ് എന്താണ്? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിലീവർ ആൻഡ് എ ഡിസൈപ്പിൾ? നിങ്ങൾക്ക് ആൻസർ അറിയുന്നതുകൊണ്ട് മിണ്ടായിരിക്കുമോ? Disciple will walk according to the teachings. വാക്ക് അക്കോർഡിംഗ് ടു ദ ടീച്ചിങ്. വെരി ഗുഡ്. ഡിസൈപ്പിൾ ഒബീഡിയൻസ്, അനുസരണമാണ് ശിഷ്യൻ. बिलीवर बिलीव करता है, सब बिलीव करता है, അത് ഒബേ करना कुछ उसको जरूरी नहीं. അത് വിശ്വസിക്കണമെന്നൊന്നും അല്ല, അനുസരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, എല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഈവൻ സൈറ്റൻ ഈസ് ഓൾസോ ഗുഡ് ബിലീവർ. പിശാച് നല്ലൊരു ബിലീവർ എന്നറിയാമോ? ഇപ്പം നമ്മളും പിശാചിൻ്റെ തമ്മിൽ ഒരു മത്സരം വെച്ചാലേ, शैतान और हमारे बीच में एक समझो एक कंपटीशन रखेगा, बाइबल वर्स, कौन जीतेगा? ആര് ജയിക്കും? शैतान. शैतान भी विश्वास करता है गॉड इज वन. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്ന ആളാണ്. लेकिन डिसाइपल कौन है? आरा शिष्यन आरा. शिष्यन is the one who has committed to follow Jesus. യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി കമ്മിറ്റഡ് ആണ്. അത് ഏത് സാഹചര്യമായിക്കോട്ടെ, कोई भी अवस्था होने दो, बीमारी होने दो, लाइफ का सिचुएशन कैसा होने दो, या we as a human being we will have heartbreaks, we will have disappointments, discouragement, sometimes even doubt, സംശയങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരു മാനുഷിക രീതിയിലൊക്കെ വന്നാലും, ഒരു ശിഷ്യനെ സംബന്ധിച്ച് ഇതെല്ലാം വന്നാലും അവൻ പ്രത്യാശ ക്രിസ്തുവിലാണ് വെക്കുന്നത്. ആ പ്രത്യാശ തകർന്നു പോകത്തില്ല. उसका होप कभी भी बैलून के जैसा हवा में जैसा निकल जाता है वैसा निकल नहीं जाएगा. यस, ही विल हैव हार्ट ब्रेक्स,
He will have sometime go through doubts, valleys of death, valleys of frustrations. Yes, it's all there. But he will stay till the end, persevering till the end. അവൻ അവസാനത്തോളം നിൽക്കും. Just look at the disciples. എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു. But they stood with Jesus till the end. യേശുവിനോട് കൂടെ അവസാനം വരെ നിന്നു. And they were the ones who made the world upside down. ലോകത്തെ കീഴ്മേലാക്കിയത് ഇവരായിരുന്നു. സോ ഡിസൈപ്പിൾസിനോടാണ് ഈ കാര്യം പറയുന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ആരാ? ഞാൻ യേശു പറഞ്ഞ കാര്യം വിശ്വസിച്ച് പോകുന്ന ആൾ മാത്രമാണോ, അതോ അനുസരിക്കാൻ വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ക്രൂശിനെ ചുമന്നു പോകുന്നൊരു ശിഷ്യനാണോ എന്ന് ചോദിക്കണം. അതല്ലെങ്കിൽ താങ്കൾക്ക് വേണ്ടി അല്ലത്. मेरे प्रियो, ये क्लास में जाने से पहले हम अपने आप से पूछना चाहिए कि मैं एक बिलीवर है या डिसाइपल है. यीशु बोलता हुआ बातें मैं बिलीव काली करता है तो ये आपके लिए नहीं है मैसेज. इट्स नॉट फॉर यू. या आप वैसा एक डिसाइपल है कि मैं अपनी मर्जी में अपनी इच्छा को बाजू रखकर जीसस को मेरे जीवन में फॉलो करने के लिए मैंने अपने जीवन को समर्पित किया है. This is for those, preparation for the disciples. ശിഷ്യന്മാർ യേശുവിൻ്റെ വരവിൻ്റെ ആ വരവിനെ നോക്കി കാത്തിരുന്ന് ഒരുക്കത്തോടെ ആയിരിക്കണം. यीशु मसीह के उस इंतज़ार में वो लोग तैयारी के साथ रहने के लिए परमेश्वर हमको बुला रहा है. ओके, लास्ट 25 का 31 से लेके 46, 25 അധ്യായത്തിൻ്റെ 31 തൊട്ട് 31 തൊട്ട് 46 വരെയുള്ള വാക്യങ്ങളിൽ ദ ഫൈനൽ ജഡ്ജ്മെൻറ്റ്, അവസാന ന്യായവിധിയാണ്. ദർ ഇസ് എ പ്രോമിസ് ഓഫ് റിവാർഡ് ടു ദ ഡിസൈപ്പിൾസ് ആൻഡ് ദർ ഇസ് ഇറ്റേണൽ പണിഷ്മെൻറ്റ് ഫോർ ദോസ് ഹു ഡു നോട്ട് ഫോളോ ആൻഡ് ബിലീവ് ജീസസ്. യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിക്ക്, യേശുവിനെ അനുസരിക്കുന്ന ഒരു ശിഷ്യന് ലഭിക്കുന്ന നിത്യജീവനെ, ലഭിക്കുന്ന ആ റിവാർഡിനെ, ദൈവം കൊടുക്കുന്ന റിവാർഡിനെയും യേശുവിനെ വിശ്വസിച്ച് അനുഗമിക്കാത്ത വ്യക്തികൾക്ക് ലഭിക്കുന്ന ആ നിത്യശിക്ഷയെ കുറിച്ചാണ്, അന്ത്യന്യായവിധിയെക്കുറിച്ചാണ്, ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയും. സോ ദാറ്റ്സ് ഹൗ 24, 25 അടുക്കിയിരിക്കുന്നത്. 24 and 25, 24, 25 അധ്യായങ്ങളെ ഇങ്ങനെയാണ് അടുക്കിയിരിക്കുന്നത്. इस तरह 24 and 25 को हम लोग समझ में आते हैं. आर यू ऑल अंडरस्टैंडिंग इट? डिड यू गेट द ओवरव्यू ऑफ इट? ഒരു ഓവർവ്യൂ കിട്ടിയോ? അപ്പോൾ 3 ഡിവിഷനാണ്, 3 ഡിവിഷൻ है. मेन डिविजन नंबर 1, जीसस के डिसाइपल्स क्वेश्चंस को पूछ रहे हैं, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. उसका रिप्लाई जीसस का रिप्लाई हम लोग 3 भागों में देख सकते हैं. യേശു തന്റെ കൊടുക്കുന്ന മറുപടി 3 ഭാഗത്തിൽ നമുക്ക് കാണാം. നമ്പർ 1, Jesus describes the chronology of events preceding Christ return. യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള ആ സംഭവങ്ങൾ യേശു വിവരിച്ചു പറയുകയാണ്. 1. 2, ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ വരവ് വരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. 3, അന്ത്യ ന്യായവിധിയെക്കുറിച്ച് കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. तो Number 1, chronological description of events preceding Christ's return. Number 2, lessons on watching, waiting and preparing. यीशु मसीह के चेले किस तरह प्रिपेयर होना है. Number 3, आने वाला जजमेंट. ओके, तो नंबर 1, ഈ ചോദ്യം വരാനുള്ള കാരണം എന്താ? ഈ സവാൽ ഇൻകെ मन में आने का रीजन क्या? What is the reason they had this question? By the way, we should thank the disciples. ശിഷ്യന്മാരോട് നന്ദി പറയണം. എന്തിനാണെന്നറിയാം? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടില്ല നമുക്ക് ഈ മറുപടി കിട്ടിയത്. ये सवाल पूछा इसके लिए हमको जवाब मिला ना. सो डोंट हेसिटेट टू आस्क क्वेश्चंस. सवाल पूछने के लिए आप लोग हिचकिचाना नहीं. डिसाइपल्स आस्क्ड क्वेश्चंस. ചോദ്യം ചോദിച്ചു, അതിൻ്റെ മറുപടിയാണ് നമുക്ക് ഇന്ന് വായിക്കാൻ പോകുന്നത്. उसका जवाब हम लोग पढ़ने के लिए जा रहे हैं. ओके, सो क्या था, why this question? 24 का 1 and 2, 24 അധ്യായത്തിൻ്റെ 1-2 വാക്യം ഹിന്ദിയിലും മലയാളത്തിലും ഒന്ന് വായിച്ചാട്ടെ. ഹിന്ദി और मलयालम में जरा पढ़िए. जब यीशु मंदिर से निकलकर जा रहा था तो उसके चेले उसको मंदिर की रचना दिखाने के लिए उसके पास आए. उसने उनसे कहा, तुम यह सब देख रहे हो ना?
मैं तुमसे सच कहता हूँ, यहाँ पत्थर पर पत्थर भी न छूटेगा जो ढाया न जाएगा। तो यीशु मसीह के चेले लोग ने यीशु मसीह को मंदिर का बिल्डिंग को दिखाकर कहा, सी द ब्यूटी ऑफ दिस बिल्डिंग। तब यीशु मसीह इस बिल्डिंग को देखकर प्रोफेसी करता है कि एक पत्थर के ऊपर दूसरा पत्थर नहीं रहेगा, उस तरह इसको तबाह किया जाएगा। കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് ഉന്മൂലനാശമാകുമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. ആ ബിൽഡിങ്ങിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ശിഷ്യന്മാർ യേശുവിനെ കാണിച്ചു. നോക്കിക്കേ, അവിടെ അന്നുണ്ടായിരുന്ന മാർബിളില്, ആ മാർബിൾ അടിക്കുന്ന സൂര്യൻ അടിക്കുമ്പോൾ ആ സൂര്യൻ്റെ വെളിച്ചം നമ്മുടെ കണ്ണിൽ പതിഞ്ഞാൽ നമ്മൾ അന്ധരായിപ്പോവും. അത്ര ഗ്ലൈസിങ് ആയിരുന്നു മാർബിളിൽ. മേളിലൊക്കെ ഗോൾഡ് പ്ലേറ്റിംഗ് കൊണ്ട് നിറച്ചിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുള്ളാണ്. കണ്ടാൽ ഒന്ന് നോക്കിപ്പോകും, അത്ര ബ്യൂട്ടി ആയിരിക്കുന്ന ഒരു മന്ദിരത്തെ ഒരു പ്രോബ്ലവും കണ്ടാൽ തോന്നത്തില്ല. മന്ദിരത്തെ നോക്കി ജീസസ് പറയുക, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നില്ല. यीशु मसीह जब ये कह रहा था, वो मंदिर का ब्यूटी का छोटा एक विवरण आपको देता हूँ. मार्बल से बनाया हुआ ये जो दीवार का ग्लाइसिंग से अगर सनलाइट वो मार्बल में लगेगा तो हम वो लाइट हमारे आंखों में लगे तो हम लोग ब्लाइंड हो जाएंगे. उतना ब्यूटी और उतना ग्लाइसिंग है वो मार्बल को. गोल्ड प्लेटेड है इसके ऊपर से, सो ब्यूटिफुल. अगर कोई देखेगा तो देखता जाएगा, कोई बोलेगा नहीं क्यों गिरने वाला है. ആരും കണ്ടാൽ പറയത്തില്ല അത് വീഴാൻ പോകുന്നു. लेकिन यीशु मसीह कहता है एक पत्थर पर दूसरा पत्थर नहीं रहेगा, उसमें क्या हो जाएगा कि पत्थर भी ना छूटेगा, वो डाग दिया जाएगा, അത് വീണ് പോകുമെന്ന് കർത്താവ് പറയും. तो यीशु मसीह ने ये बोला हुआ बात का रिस्पॉन्स में यीशु मसीह से चेले लोग ये पूछ रहे हैं. യേശു പറഞ്ഞ ഈ കാര്യത്തിൻ്റെ റിസ്പോൺസ് ആയിട്ടാണ് ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിക്കുന്നത്. ക്യാ ഹെ 3 का 1 जरा देखें, എന്താണ്? तब वो जैतून पहाड़ पर बैठा था तो उनके चेलों ने अलग उसके पास आकर कहा, हमसे कहे कि ये बात कब होगी. ये बात कब होगी? कौन सी बात? ये जो मंदिर का डाग जाना, मंदिर का डिस्ट्रॉय होना, ये कब होगा? टेल अस द टाइम, टेल अस द डेट. അതായത് ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നിട്ട് അത് എപ്പോൾ സംഭവിക്കും? ഏതെപ്പോൾ സംഭവിക്കും? അവിടെ പറഞ്ഞതുപോലെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം അതെപ്പോൾ സംഭവിക്കും? വെൻ ഇറ്റ് വിൽ ബി. അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ റിസ്പോൺസ് ആയിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. യേശുവിനെ बोला हुआ बात का रिस्पॉन्स है, वो कब होगा, मंदिर कब गिरेगा, एंड तेरा आने का निशानी क्या है, അവിടുത്തെ വരവിൻ്റെ ലക്ഷണം എന്താണ്? 3 അവസാനം, द एंड ऑफ द एज का लक्षण क्या है. आर यू अंडरस्टैंडिंग दिस? तो उसका रिस्पॉन्स में ജീസസ് देता हुआ जवाब 4 से लेके 14, 4 തൊട്ട് 14 വരെയുള്ള വാക്യം, 4 തൊട്ട് 14 വരെയുള്ള വാക്യം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ? मैंने पहले बोला वो बात याद है ना? അടുത്ത ഭാവിയിൽ നടക്കാനുള്ള കാര്യവും വരാനുള്ള ഭാവിയിൽ നടക്കാനുള്ള കാര്യവും കൂടെ ഒരുമിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. നിയർ ഫ്യൂച്ചർ में होने वाली बातें और लॉन्ग फ्यूचर में, आफ्टर फ्यूचर में होने वाले बातों को यीशु मसीह मिक्स करके यहां पर बोल रहा है. तो अभी जो हम लोग पढ़ने के लिए जो जा रहा बातें, इट इज एप्लीकेबल, इट वॉज एप्लीकेबल फॉर द डिसाइपल्स एंड इट इज एप्लीकेबल फॉर यू एंड मी. ഈ നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന 4 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിലെ ആ സംഭവങ്ങൾ ശിഷ്യന്മാർക്കും ആപ്ലിക്കബിൾ ആയിരുന്നു, ഈ നമുക്കും ആപ്ലിക്കബിളാണ്. എന്താണ് ഒന്നാമത്തെ ലക്ഷണം? सबसे पहला क्या है? चौथा वचन നോക്കിക്കേ, उसका चौथा वचन, 4ാമത്തെ വാക്യം നോക്കിക്കേ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അപ്പം ഈ സംഭവങ്ങളുടെ ലക്ഷണം എങ്ങനെയാണ്? അവിടുത്തെ വരവിൻ്റെ ലക്ഷണം എങ്ങനെയാണ്?
ലോകാവസാനത്തിൻ്റെ ലക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചതിൻ്റെ ഒന്നാമത്തെ മറുപടി യേശു ഇങ്ങനെയല്ല പറഞ്ഞത്. ഭൂകമ്പം ഉണ്ടാകും കേട്ടോ, ഭയങ്കര യുദ്ധം ഉണ്ടാകും, രാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി ഉണ്ടാകും, അതൊന്നുമല്ല ആദ്യം പറഞ്ഞത്. यीशु मसीह से पूछा कि ये सब कब होगा, तेरा आने का निशानी क्या है, दुनिया का अंत का निशानी क्या है करके जब पूछा तो यीशु मसीह ने ये नहीं बोला कि देखो बड़ा युद्ध होने वाला है, बड़ा ना बहुत कुछ होने वाला है. वो बोल रहा है यीशु मसीह छठवां वचन में बोल रहा है. അത് യേശു പറയുന്നുണ്ട് യുദ്ധത്തെക്കുറിച്ച് 6-ാം വാക്യത്തിൽ. നോക്കിക്കേ, 6-ാം വാക്യത്തിൽ 6വാं വചन में तुम लड़ाई और लड़ाइयों की चर्चा सुनोगे, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കും. അപ്പോൾ യുദ്ധമുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ എന്താ പറയുക? സബ്സെ പേലെ ക്യാ ബോലാ മാലൂമേ, നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പേ. Take it that no one will mislead you. कोई भी तुम्हें क्या नहीं करे, सावधान रहो कि कोई तुम्हें बरमाने ना पाए. No one should mislead you. Verses 5, अंजामतो वाक्यम, क्योंकि बहुत से ऐसे होंगे जो मेरे नाम से आकर कहेंगे कि मैं मसीह हूं और बहुत को बरमाएंगे. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവും അവസാനത്തിൻ്റെ വരവിൻ്റെ അവസാനത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്താണെന്നറിയാമോ? അനേകർ തെറ്റിപ്പോവും. തെറ്റിച്ച് കളയുന്ന ആത്മാക്കളുള്ള വ്യക്തികൾ വന്ന് അനേകരെ തെറ്റിച്ച് കളയും. बहुत सारे बरमाने वाले आत्माएं आकर बहुत सारे लोगों को बरमाएंगे. नंबर 2, രണ്ടാമത്തത് വേഴ്സസ് 6, 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം 6 and 7. युद्धങ്ങൾ युद्ध होंगे, लड़ाइयाँ और लड़ाई की चर्चा सुनेंगे. देखो घबराना नहीं जाना, क्योंकि इनका होना अवश्य है, परंतु उस समय अंत ना होगा. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെട്ട് പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. 7-ാമത്തെ വാക്യം 7वां वचन जरा पढ़िए हिंदी में और मलयालम में. 7. क्योंकि जाति पर जाति और राज्य पर राज्य चढ़ाई करेगा और जगह जगह अकाल पड़ेंगे और भूकंप होंगे. 7-ാമത്തെ വാക്യം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. കണ്ടോ, ഇതെല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയരുതോ, അയ്യോ വന്നു കേട്ടോ, കർത്താവ് വന്നു സമയമായി. ये सब जब भी आप सुनेंगे या युद्ध होंगे या अर्थक्विक को देखेंगे या सुनामी को देखेंगे, कुछ लोग जो है रेवलेशन का बुक और न्यूज़पेपर का बुक ऐसा बाजू में रख के देखता है. വെളിപ്പാട് പുസ്തകം ന്യൂസ് പേപ്പറും കൂടെ അടുത്ത് വെച്ചിട്ടാണ് വായിക്കുന്നത്. ന്യൂസ് പേപ്പർ में क्या हो रहा है, रेवलेशन का बुक में क्या हो रहा है. डोंट डू दैट. അങ്ങനെ ചെയ്യരുത്. दुनिया में होने वाली बातें होने दो. അവർ ഡ്യൂട്ടി ഈസ് ടു പ്രിപ്പയർ അവർ സെൽഫ്. ലോകത്തിൽ നടക്കേണ്ട കാര്യം അത് നടന്നോളും. നമ്മൾ അങ്ങനെ ന്യൂസ് പേപ്പർ നോക്കി പേടിച്ച് ഭയപ്പെട്ട് ബി.പി കൂടി അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പിന്നത്തെ പറയാം. हम लोग क्या करने करके हम लोग आगे देखेंगे. तो युद्ध और लड़ाइयाँ, भूकंप, दिस शुड हैपन, दिस मस्ट हैपन. लेकिन verses 8 जरा देखिए, 8-ാമത്തെ വാക്യം നോക്കിക്കേ. എങ്കിലും ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് എങ്കിലും ഇതൊക്കെയും ഈറ്റ് നോവിൻ്റെ ആരംഭമത്രേ. എന്താ ഈ ഈറ്റ് നോവ് എന്നൊക്കെ പറയുന്നത്? എന്തുവാ ഈ ഈറ്റ് നോവ് എന്നൊക്കെ പറഞ്ഞ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ അമ്മയ്ക്കറിയാം ഒരു സമയമാകുമ്പോൾ എനിക്കൊരു നോവിൽ കൂടെ പോകണം, അല്ലേ? ആ കുഞ്ഞ് ജനിക്കുന്ന ആ സമയമാകുമ്പോൾ ആ ബർത്ത് പാങ്സ്, ജനിക്കാൻ വെളിയിൽ വരുവാനുള്ള ആ വേദന ആ അമ്മ പോകുന്നത് പോലെ അതിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ, ആയിട്ടില്ല. അതിനേക്കാൾ ഭയങ്കര വലിയ സംഭവങ്ങൾ ഇനി നടക്കും. वापर देखें 8वें वचन में क्या लिखा है, ये सब बातें पीड़ाओं का आरंभ होगी. पीड़ाओं का आरंभ.
अरे हमने सोचा कि अर्थक्वेक आएगा, ये सब कोई को तो खत्म हो गया, यीशु आएगा। नो, यीशु बोलते हैं अरे ये तो अभी शुरू ही हुआ है। पीड़ाओं का आरंभ का मतलब, एक प्रेग्नेंट लेडी को पता है एक टाइम आएगा तो आई हैव टू गो थ्रू पेन। और वो टाइम जब भी आता है तो बच्चा दुनिया में आने के लिए वो माँ किस तरह पेन में जाता है, वो पेन का शुरुआत है ना, द बिगिनिंग ऑफ दैट पेन। यीशु बोलता है ये युद्ध, युग, ये भूकंप, अर्थक्वेक, ये जो सब कुछ देखेंगे आप सुनेंगे, ये सब जो है वो बर्थ पेन का बिगिनिंग है, खत्म नहीं हुआ। इट इज द बिगिनिंग। 21 वर्सेस देखे, 21 वाक्य നോക്കിക്കേ, 21 पढ़िए। 21 हिंदी में मलयालम में पढ़िए। क्योंकि उस समय ऐसा भारी कलेश होगा जैसा जगत के आरंभ से न अब तक हुआ और न कभी होगा। देखा, तो 24 का 8 में यीशु मसीह कहता है कि अरे पीड़ाओं का आरंभ है। 21 में कहता है कि ट्रिबुलेशन इतना ज्यादा होगा, अभी तक हो गया हुआ नहीं होगा, उससे ज्यादा होने वाला है। ഇതുവരെ ലോകത്തിൽ സംഭവിക്കാത്ത പീഡകൾ വരും. മനസ്സിലാകുന്നുണ്ടോ? ഈറ്റുനോവിന്റെ ആരംഭമാണ് അത്. എട്ടിൽ എട്ടിൽ പറയുകയാണ്, 21 പറയുകയാണ് ഇതുവരെ ലോകം കാണാത്ത കാര്യങ്ങൾ വരാൻ പോകും. അഭി തക് ജോ ദുനിയ നെയ് ദേഖാ വോ ബാतें होने वाला है. ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു, मैं आज एक न्यूज़ देखा. एक लड़की शादीशुदा है, उसका बच्चा ജോബ് करता है. സ്ത്രീയുടെ മകൻ ജോലി ചെയ്യുന്നുണ്ട്. ബാജു വാല दूसरे एक आदमी के साथ इसका ലവ് അഫെയർ हो गया. അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി. बीच बीच में पैसा वो लड़के को देते थे, इടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കുമായിരുന്നു ചെറുക്കൻ. आज वो लड़की और वो लड़का ने वो लड़की का माँ को गला घोट के मार दिया और वो सोना वो लड़के को दिया. ആ സ്ത്രീ സ്വന്തം അമ്മയെ നേരിക്ക് കൊന്നു കളഞ്ഞിട്ട് ആ സ്വർണം എടുത്ത് അവൾ സ്നേഹിക്കുന്ന കാമുകന്റെ കൈ കൊടുത്തു. കേട്ടിട്ടുണ്ടോ? സ്വന്തം അമ്മയെ കൊന്നു, കുത്കി മാക്കോ മാർ ദിയ. അപ്പൊ നമ്മൾ പറയും യോ ദിസ് ടെറിബിൾ, ഓ ഇതൊക്കെ ഭയങ്കര ടെറിബിളാണ്. ജീസസ് പറയുകയാണ് ദിസ് ഇസ് ദ ബിഗിനിങ്, ये तो शुरुआत है. It is the beginning of the pain and tribulations and sufferings. Okay. पास्टर जी आज रात को हम लोग कैसा सोएगा? ഇന്ന് എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങും? ഇല്ലേ? ആ, 10-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, 9 verses. तब वे कलेश देने के लिए तुम्हें पकड़वाएंगे और तुम्हें मार डालेंगे, और मेरे नाम के कारण सब जातियों के लोग तुमसे बैर रखेंगे. Number 3, persecution to the disciples. ശിഷ്യന്മാർക്ക് പെർസിക്യൂഷൻ ഉണ്ടാകും എന്ന് പറയാൻ കൊന്നുകളയും. വീട്ടിൽ കയറി കൊന്നുകളയും, വീട്ടിൽ കയറി തല്ലിയൊട അടിക്കും. घर में आकर लोग मारेंगे, ജീവൻ को भी ले लेंगे. 3 बातों को अभी तक देखा हमने. 3 കാര്യത്തെ ഇതുവരെ കണ്ടു. ആരും നിങ്ങളെ തെറ്റിക്കരുത്. യുദ്ധങ്ങളും ക്ഷാമങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. യുദ്ധ और लड़ाई होंगे, वो सब शुरुआत है. नंबर 3 हमने देखा persecution to the believers or disciples. 10-ാമത്തെ വാക്യം, 10വാം വചനം ചേർത്തേക്ക്. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. അപ്പോസ്റ്റസി. तब बहुत तेरे टोकर खाएंगे और एक दूसरे से बैर रखेंगे. टोकर खाएंगे, मैनी विल फॉल अवे. ജീസസിനെ വിട്ടുപോകും, ജീസസ് को छोड़ के जाएगा. ഫെയ്ത്ത് नहीं है, വിശ്വാസമില്ല. മറ്റുള്ളവരെ എന്ത് ചെയ്യും? പകയ്ക്കും, ഹെയ്റ്റ് ചെയ്യും, ഏൽപ്പിച്ചു കൊടുക്കും, കുറ്റം കൊണ്ട് കേസ് കൊടുക്കും. जाके जाके केस देंगे, दूसरों को हेट करेंगे. ബിലീവേഴ്സ് ലോഗോं के बीच में, സഭകളിൽ തമ്മിൽ അകത്ത് നടക്കാൻ പോകുന്ന കാര്യം. Verses 11, 11-ാമത്തെ വാക്യം. और बहुत से झूठे भविष्यवक्ता उठ खड़े होंगे और बहुतों को भरमाएंगे.
കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളപ്രവാചകന്മാർ എന്നിട്ട് എന്ത് ചെയ്യും? അനേകരെ തെറ്റിക്കും. ഈ കള്ളപ്രവാചകന്മാർ വന്ന് തെറ്റിച്ച് കഴിയുമ്പോൾ അടുത്ത വാക്യം നോക്കിക്കേ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. പ്രവാചകൻ വന്നിട്ട് എന്തുവാ ചെയ്യേണ്ടത്? അധർമ്മം വെളിപ്പെടുത്തണ്ടേ? പ്രവാചകന്റെ ജോലി എന്തുവാ? അധർമ്മം, പാപം വെളിപ്പെടുത്തണം. പക്ഷെ പ്രവാചകൻ വന്ന് അധർമ്മം വെളിപ്പെടുത്തത്തില്ല. പ്രവാചകൻ വന്നിട്ട് പറയും, 3-ാം മാസം 3-ാം തീയതി 12 മണിക്ക് നീ US ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പൈസയൊക്കെ എടുത്തും കൊടുക്കും. നിനക്കൊരു മോളുണ്ടാകും. ആ മോള് അവൾ വലിയ ഫ്ലൈറ്റ് ഓടിക്കുന്നവളാകും. അയ്യോ, ഒറ്റ മോളെ ഉള്ളൂ ഫ്ലൈറ്റ് ഓടിക്കും. അപ്പോൾ പ്രവാചകൻ പാപം വിളിച്ചു പറയേണ്ട പ്രവാചകൻ എന്താ പറയുക? ഭൗതികമായി ദൂത് പറയുക. അപ്പോൾ അധർമ്മം ഉണ്ട്. അധർമ്മത്തെക്കുറിച്ചൊന്നും പ്രവാചകൻ പറയുന്നില്ല. അധർമ്മം പെരുകി 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 ഭൗതികം കയറി ഇപ്പം ദൈവത്തോടുള്ള സ്നേഹം എന്തോ ചെയ്തു? തണുത്തുപോയി. नबी का काम क्या है? भविष्यवक्ता का काम क्या है? देखो वहां पर क्या लिखा है? बहुत सारे झूठे भविष्यवक्ता उठ खड़े होंगे. 12 वचन दे रखे, कनेक्शन है. और अधर्म के बढ़ने से बहुत का प्रेम ठंडा हो जाएगा. अरे भविष्यवक्ता का काम क्या था? भविष्यवक्ता का काम, नबी का काम हमारे पाप को बताने का था, राइट? लेकिन वो नहीं बताएगा. वो बोला कि तुझे वो मिलेगा, तुझे ये मिलेगा, तू वो करेगा, तू वो कर रहा है, तू बहुत बड़ा आदमी होने वाला है. पाप कभी ये प्रॉफिट नहीं बताया. इसके लिए क्या हो गया मालूम है? इसका प्रेम जो प्रभु के प्रति था वो ठंडा हो गया. The love towards God has become grown cold. Fellowship, brothers and sisters के बीच में സന്തോഷം എന്തുവായി തീർന്നു? അത് തണുത്തുപോയി. പ്രേം ठंडा हो गया. Fellowship between brothers and sisters, fellowship towards God, it's growing cold. ഇതെല്ലാം കർത്താവിൻ്റെ ആ വരവിൻ്റെ, ആ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ദുനിയാക്ക അന്ത് കാ ലക്ഷണ ये सब. People will go after wrong teachings. They don't want to hear doctrine. അതൊക്കെ അവർക്ക് ഉപദേശം ഒന്നും കേൾക്കണ്ട. 1 Timothy chapter 4, second Timothy chapter 4, उसका 3 और 4 जरा देखिए. 2 तीमुथियुസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. क्योंकि ऐसा समय आएगा जब लोग खरा उपदेश न सह सकेंगे, पर कानों की खुजली के कारण अपनी अभिलाषाओं के अनुसार अपने लिए बहुत से उपदेशक बटोर लेंगे हाँ, और अपने कान सत्य से फेर कर कथा कहानियों पर लगाएंगे. देखो सत्य से फेर गया. सत्य नहीं चाहिए, सच्चाई सुनना पसंद नहीं. सत्य से फेर कर കഹാനിയോ പർ കാൻ ലഗായെങ്കിൽ. മലയാളത്തിൽ വാക്കി നോക്കിക്കേ. അവർ പത്യോപദേശം പൊറുക്കാതെ, ആ വേർഡ് കണ്ടോ, പൊറുക്കാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കും, കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സഹിച്ചും കേട്ടുമൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ പ്രൈസുള്ളതൊക്കെ പറഞ്ഞ് നോട്ട് ബുക്കിലൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് പൊറുക്കത്തില്ല, അങ്ങോട്ട് അലർജി ആകും, ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. എന്നിട്ട് എന്ത് ചെയ്തറിയോ? പൊറുക്കാതെ കർണരസം ആകുമാർ സ്വന്തം മോഹങ്ങളിലൊത്തവണ്ണം ഉപദേശക്കന്മാരെ പെരുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖം നൽകുന്ന മെസ്സേജ് ഉണ്ടെങ്കിൽ പറ പാസ്റ്ററേ, ഞങ്ങൾക്ക് ഇച്ചിരിയൊക്കെ സുഖം കയറണം, ഞങ്ങൾക്ക് കേൾക്കുമ്പം ഞങ്ങൾക്ക് എന്തോ ഫീല് വരണം. അങ്ങനെയുള്ള മെസ്സേജ് എന്തെങ്കിലും എന്താ ഇല്ലേ? തരായില്ലേ? ഞങ്ങൾ പൊറുക്കത്തില്ല കേട്ടോ, ഞങ്ങളിത് ഒത്തിരി നാൾ കേട്ടുകൊണ്ടിരിക്കത്തില്ല. അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യും? അവർ സ്വന്തം മോഹങ്ങളിൽ സത്യത്തിന് ചെവി കൊടുക്കാതെ, സത്യം പ്രസംഗിക്കുന്ന സഭയാണെങ്കിലും ചെവി കൊടുക്കാതിരിക്കുന്നവരുണ്ടോ നമ്മുടെ മധ്യത്തിൽ? സത്യം പ്രസംഗിക്കുന്ന സഭയാ ദൈവകൃപയാൽ. എന്നാൽ ചെവി കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളണം. താങ്കൾ എവിടുന്നോ ദൂരെ സഞ്ചരിക്കുകയാണ്. आप किधर तो दूर भाग रहे. देखिए वो अपने कान सत्य से फेर कर सच्चाई को प्रचार करने कलिसिया, अपना कलिसिया प्रभु की दया से, प्रभु की करुणा से आज ऐसे, अभी तक ऐसा है, कल भी ऐसी होना चाहिए मेरी इच्छा.
सत्य को प्रचार करने वाला कलीसिया में भी क्या लोग हैं क्या कान को फेरने वाले? नहीं सुनना है, नहीं सुनना है. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ദ ടൈം ഇസ് കമ്മിങ്. നമ്മുടെ ചെവി എവിടാ? വേർ ഇസ് അവർ ഇയേഴ്സ്? ഈസ് ഇറ്റ് ടുവേർഡ്സ് ദ ഡോക്ട്രിൻ ഓഫ് അപ്പോസ്റ്റൽസ്? അപ്പോസ്തലന്മാർ ഉപദേശത്തിലേക്കാണോ നമ്മുടെ കാതുകൾ വെച്ചിരിക്കുന്നത്? एंड टाइम द वार्निंग है, एंड टाइम में होने वाली बातें को यहां पर लिखा है. False prophets, people's love towards God will grow cold. ഫെലോഷിപ്പിൽ പഴയതുപോലൊരു കൂട്ടായ്മ, പഴയതുപോലൊരു സന്തോഷമില്ല, പഴയതുപോലൊരു ഇൻട്രസ്റ്റ് ഇല്ല. അത് സഭയുടെയും കൂട്ടായ്മയുടെ പ്രശ്നമൊന്നുമില്ല, താങ്കൾക്ക് എന്തോ സംഭവിച്ചു. पहले जैसा फेलोशिप में एक इंटरेस्ट नहीं है, बाइबल पढ़ने में एक इंटरेस्ट नहीं. क्या हो गया? व्हाट इज प्रॉब्लम? चर्च में और दूसरा की तरह प्रॉब्लम आपको है. देयर इज समथिंग हैपन टू यू. ग्रो. वो प्रेम जो था वो ठंडा हो गया. इट हैज बिकम कोल्ड. നമ്മളിപ്പോൾ തീ ഇടുമ്പോഴേ ഈ വിറകൊക്കെ കൊണ്ടിട്ട് जब हम लोग में लकड़ी वकड़ी सब डाल के जब आग जलाते हैं, थोड़ा टाइम के बाद क्या होता है, കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അതൊന്ന് തണുത്ത് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? तो क्या करते हैं हम लोग? और थोड़ा फ्यूल डाल के थोड़ा ഫ്ലെയിം करते हैं. അല്പം കൂടെ ഒന്ന് ഫ്യൂൽ ഇട്ടിട്ട് അതൊന്ന് ഫ്ലെയിമിലേക്ക് വരുത്തും, അതൊന്നുകൂടെ ഒന്ന് കയറി കത്തിപ്പിടിക്കാൻ. അങ്ങനെ കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിലെ, ആരുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം എവിടെയെങ്കിലും തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, കർത്താവ് ഇന്ന് വന്നാൽ നിങ്ങൾ എടുക്കപ്പെടുത്തില്ല കേട്ടോ. നിങ്ങൾ ഒരുങ്ങിയല്ല. अगर प्रभु के प्रति हमारा प्रेम ठंडा हो रहा है तो समझना आज यीशु आएंगे तो आप नहीं जाएंगे. आप तैयार नहीं हो रहे. तैयार होने वाला व्यक्ति का प्रभु के प्रति प्रेम, इट विल ग्रो ग्रो ग्रो. അത് ആളി ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും, തണുത്തു പോകരുത്. ഷുഡ് നോട്ട് ഗ്രോ കോൾഡ്. അടുത്തത് വേഴ്സസ് 13, മാത്യു 24:13, മത്തായി 24:13. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. परंतु जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा. क्या धीरज धरना है? फॉल्स प्रॉफिट. क्या धीरज करना है? परसिक्यूशन. क्या धीरज धरना है? ग्रोइंग कोल्ड इन रिलेशनशिप विद गॉड. इसमें सब में धीरज के साथ हमको आगे बढ़ना है. ഹൃദയം തണുത്തു പോകാൻ സാധ്യതയുണ്ട്. കള്ളപ്രവാചകന്റെ ദുരുപദേശം കേട്ട് ഞാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, മിസ്ലീഡ് ആകാൻ സാധ്യതയുണ്ട്. സഫറിങ് വരുമ്പോൾ ഞാൻ കട്ടിയായി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ എതിരെ സംസാരിച്ച് ഉറുവുറുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മധ്യത്തിൽ 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവസാനത്തോളം ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. आखिर तक उसे जो धीरज धरेगा वो उद्धार पाएगा. वर्स 14, 14वां वाक्य. और राज्य का यह सुसमाचार सारे जगत में प्रचार किया जाएगा. प्रेज द लॉर्ड. हाथ उठाकर നമ്മൾ പ്രഭുക്ക് ധന്യവാദ് കरेंगे. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. Gospel will be preached all the ends of the world. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ വരവിനോടുള്ള ലക്ഷണങ്ങൾ, ദ സൈൻ ഓഫ് ഹിസ് കമ്മിങ് എന്തൊക്കെയാ? 6-7 കൂട്ടം കാര്യങ്ങൾ കണ്ടു. 6-7 बातों को हम लोग ने देखा, राइट? आई एम नॉट गोइंग टू रिपीट इट. टाइम इज ऑलरेडी 9 o'clock. 9 മണിയായി ഓൾറെഡി. സോ നൗ കം ടു വേഴ്സസ് 15 till 31. 15 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങൾ. उसको जरा पढ़िए. 15, 16, 17, 18 वाक्य. 15 से लेके 18 तक जरा पढ़िए मलयालम और हिंदी में. इसलिए जब तुम उस उजाड़ने वाली घृणित वस्तु को, जिसकी चर्चा दानियल भविष्यवक्ता के द्वारा हुई थी, पवित्र स्थान में खड़ी हुई देखो, जो पढ़े वह समझे. तब जो यहूदिया में हों वे पहाड़ों पर भाग जाएं,
जो छत पर हों वे अपने घर में से सामान लेने को ना उतरें, और जो खेत में हो वह अपना कपड़ा लेने को पीछे ना लौटे. ബസ് മലയാളത്തിലൊന്ന് വായിച്ച് 15-ാമത്തെ വാക്യം മലയാളത്തിൽ മാത്രം ഒന്ന് വായിച്ച് 15-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. 16-ാം വാക്യം കൊണ്ട് ഒന്ന് വായിച്ചു. 16-ാം വാക്യം. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഓക്കെ, വീട്ടിൽ बस मതി. अब जो बोलता हुआ बातें 15 से लेके 28 तक बोलता हुआ बातें 15 തൊട്ട് 28 വരെയുള്ള പറയുന്ന വാക്യം കാര്യങ്ങളിൽ ये यीशु मसीह ने बोला कि पत्थर के ऊपर पत्थर नहीं रहने वाला मंदिर को डाक दिया जाएगा करके यीशु मसीह ने बोला था ना. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ആലയം നശിച്ചു പോകുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അതിൻ്റെ മറുപടിയാണ് 15-ാം വാക്യം തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉസ്കാ ജവാബ് 15 से लेके हम लोग पढ़ते हैं. क्या है वो 15 में देखिए. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, उजाड़ने वाली घृणित वस्तु को जिसकी चर्चा दानियल भविष्यवक्ता के द्वारा हुई थी पवित्र स्थान में कड़ी हुई देखेंगे. व्हाट इज दैट? എന്താണ് അതിന്റെ അർത്ഥം? Now listen to this very carefully. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇത് देखिए आप लोग ध्यान से देखिए. Daniel 9:27 को യേശു മസീഹ് यहाँ पर कोट कर रहा है. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:27 വാക്യമാണ് യേശു ഇവിടെ കോട്ട് ചെയ്തത്. 9:27. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത യഹൂദന്മാരുടെ ചരിത്രത്തിൽ നേരത്തെ ഒരു വട്ടം സംഭവിച്ചിട്ടുണ്ട്. ഉജാड़ने वाली घृणित वस्तु, अभी उर्दू में क्या है, क्रिश्चियन सिस्टर पढ़ के देख लेना, ठीक है. 15 वचन में उजाड़ने वाली घृणित वस्तु यहूदियों के हिस्ट्री में इससे पहले एक बार हुआ था. क्या है वो? जब मकाबियर करके लोगों के जमाने में एंटियोकस 4 एपिफेनस करके एक बंदा, ध्यान से सुनना है, मैं हिस्ट्री बोल रहा हूं, नींद आने का चांसेस है, लेकिन ये इंपॉर्टेंट है. മക്കാബിയറുടെ കാലഘട്ടത്ത് ആന്റിയോക്കസ് 4 എപ്പിഫെനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആലയത്തിൻ്റെ അകത്ത് വന്ന് യവനായ ദേവന്റെ പ്രതിമ നാട്ടുകയും പന്നികളെ അവിടെ സാക്രിഫൈസ് യാഗം ചെയ്തു താൻ. मकाबियर के जमाने में एपिफेनस करके व्यक्ति एंटियोकस राजा ने मंदिर के अंदर आकर ग्रीक गॉड ज़ीउस का इमेज को रखकर सूअरों का सैक्रिफाइस मंदिर के अंदर किया था. मकाबियर के जमाने में, मतलब यीशु का आने का कुछ साल पहले, യേശുവിൻ്റെ വരവിൻ്റെ കുറച്ച് നാൾക്ക് മുൻപ്, ജനനത്തിൻ്റെ കുറച്ച് നാൾക്ക് മുൻപ്, जीसस के बर्थ के कुछ साल पहले. तो मकाबियर के लोगों ने क्या किया? वो इमेज को बाहर कर दिया और वो उस जगह पर क्लीन करके, होली करके दोबारा डेडिकेट किया. മക്കാബിർ എന്ത് ചെയ്തു? ആ മൂർത്തിയെ വെളിയിലാക്കി ശുദ്ധീകരിച്ച് വീണ്ടും അതിനെ പ്രതിഷ്ഠിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, जॉन गॉस्पेल में जब भी आएंगे तो वो फेस्टिवल हम लोग देख सकते हैं. ആ ഫെസ്റ്റിവലിനെ നമുക്ക് കാണാൻ കഴിയും. ജോൺ 10:22, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ പ്രതിഷ്ഠിച്ച ആ ഫെസ്റ്റിവലിനെ നമുക്കവിടെ യഹൂദന്മാർ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജरा 22 जरा पढ़े, 10:22. यरूशलेम में स्थापन पर्व मनाया जा रहा था. यरूशलेम में स्थापन फीस्ट, ये ओल्ड टेस्टमेंट में नहीं है. മലയാളത്തിൽ ഒന്ന് വായിച്ചേ. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. പ്രതിഷ്ഠോത്സവം പഴയ നിയമത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രതിഷ്ഠോത്സവം കേട്ടിട്ടുണ്ടോ?
ഇല്ല. പെസക കേട്ടിട്ടുണ്ട്, പെന്തക്കോസ് കേട്ടിട്ടുണ്ട്, കൂടാര പെരുന്നാളോ, ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷ്ഠ ഉത്സവം എന്നുള്ളത് പഴയ നിയമത്തിലുള്ള കാര്യമല്ല. പഴയ നിയമത്തിന് പുതിയ നിയമത്തിന് ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് और ന്യൂ ടെസ്റ്റ്മെന്റ് के बीच में हो गया हुआ थे. എന്താ ഈ പ്രതിഷ്ഠ ഉത്സവത്തിന്റെ അർത്ഥം? ആലയത്തെ ഇങ്ങനെ അശുദ്ധമാക്കിയപ്പോൾ യഹൂദന്മാർ ഇവരെ പുറത്താക്കി വീണ്ടും പ്രതിഷ്ഠിച്ചു ആലയത്തെ. അതിനാ പ്രതിഷ്ഠ ഉത്സവം, डेडिकेशन. ये मंदिर के अंदर से इनको बाहर करके फिर से डेडिकेट किया हुआ दिन को ये लोग मना रहे हैं जॉन में. ये एक बार हो गया. डैनियल ने एक बार बोला था ऐसा होने वाला है. ഡാനിയൽ ഓൾറെഡി പ്രവചിച്ച് എങ്ങനെ സംഭവിക്കുന്നു. अब യേശു क्या कह रहा है 15 में, 15ാമത്തെ വാക്യം, 24:15, 24:15 വരാം. ഇപ്പോൾ യേശു എന്തോ പറയുന്നത്? डैनियल ने बोला वो प्रोफेसी अभी तक पूरा नहीं हुआ है, अगेन होने वाला है. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനം ഒരിക്കൽ നടന്നുവെങ്കിലും അതിപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അതിനി പൂർത്തീകരിക്കപ്പെടാൻ ഇനിയുണ്ട്. और होने वाला, अगेन इट इज गोइंग टू हैपन. एंड यू नो व्हाट हैपन? आपको पता है क्या हो गया? जीसस जब ये प्रोफेसी कर रहा था, इट वॉज AD 30, आई थिंक AD 30. इसका ठीक 40 साल के बाद AD 70 में रोम का एक राजा एम्परर टाइटस ने आकर ये मंदिर को पूरी तरह ढाक दिया. AD 70 യേശു പ്രവചിച്ച് 40 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ AD 70 തീത്തോസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി വന്ന് ഈ ആലയത്തെ യേശു പറഞ്ഞതുപോലെ തന്നെ ഉന്മൂലനാശമാക്കി യെരുശലേമിനെ നശിപ്പിച്ചു കളഞ്ഞു. जीसस ने बोला हुआ प्रोफेसी 40 years के अंदर हो गया. 40 വർഷത്തിനുള്ളിൽ നടന്നു. AD 70 യഹൂദന്മാർക്ക് ആലയം നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു മതിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും. അന്ന് നശിപ്പിച്ചതിൻ്റെ ഒരു മതിൽ മാത്രമേ ഉള്ളൂ. उस दिन खत्म किया हुआ एक छोटा दीवार ही बाकी है, बाकी पूरा ढक दिया. अभी भी एक ही दीवार बाकी है, बाकी पूरा निकाल दिया. डिसाइपल्स ने क्या दिखाया? ब्यूटिफुल बिल्डिंग. जीसस ने बोला नहीं रुकेगा ये. तो जीसस इज टेलिंग दिस इज द फोरशैडो ऑफ व्हाट इज गोइंग टू हैपन. ഇത് വരാൻ പോകുന്ന വലിയ സംഭവത്തിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ ആ നിവൃത്തി AD 70 നടന്നെങ്കിൽ ഇനി മുമ്പോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അത് പറഞ്ഞതുപോലെ എഴുതിയതുപോലെ തന്നെ സംഭവിക്കും. യേശു തന്നെ പറയുന്നുണ്ട് 35ാമത്തെ വാക്യം, ആകാശവും ഭൂമിയും മാറിപ്പോയാലും, യേശു मसीह क्या बोला देखो 35 में, आकाश और पृथ्वी टल जाएगा परंतु मेरी बात कभी नहीं टलेगी. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. AD 70 में यीशु मसीह ने बोला वो बातें हो गया तो आगे बोला वो बात भी होएगा, इसमें कोई शंका नहीं है. होएगा. यीशु मसीह दोबारा आएगा, अपने प्रिय लोगों को अपने संग ले जाएगा, इसका कोई डाउट नहीं है. विश्वास जो है अपने हाथ उठाकर प्रभु को जरा धन्यवाद करेंगे. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങൾ നിവൃത്തിയായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. there is no doubt about it. हालेलुया. तो AD 70 में हो गया वह बातें, AD 70 നടന്ന കാര്യം, is that the end? No. അത് അവസാനമാണോ? അല്ല, അത് തുടക്കമാ. It is just the beginning. Okay, now come to 2 Thessalonians chapter 2 verses 4. 2 തെസ്സലോനിയർ 2:4. 2 തെസ്സലോനിയർ 2:4 എന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ.
ആ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുക. അപ്പം ആന്റിയോക്കസ് എഫിഫനാസ് എന്ന് പറഞ്ഞ വ്യക്തി ആലയത്തിൽ തന്റെ ബിംബം കൊണ്ടുവച്ചു. റോമാക്കാർ AD 70 നശിപ്പിച്ചു. യേശു പറയുക, തീർന്നില്ല, തീർന്നില്ല, ഇത് തുടക്കം മാത്രമാ, ഇനി വരാൻ പോകുന്നത് ഇതിന്റെ വലുതാ. ഇങ്ങനെ ബിംബം കൊണ്ടുവെക്കും, യഹൂദൻ ആലയം പണിയും, പക്ഷെ അവിടെ ഇവന്റെ ബിംബം കൊണ്ട് ഇവൻ എതിർ ക്രിസ്തു കൊണ്ടുവെക്കും. ആ എന്ത് വിഭജനപ്പടി? 2 का 4। ആ 2 का 4. जो विरोध करता है और हर एक से जो ईश्वर या पूज्य कहलाता है अपने आप को बड़ा ठहराता है, यहाँ तक कि वह परमेश्वर के मंदिर में बैठकर अपने आप को ईश्वर ठहराता है। हाँ, एंटी क्राइस्ट के बारे में कह रहा है, आने वाला एंटी क्राइस्ट भी ऐसे ही करने वाला है. मतलब ദിസ് പ്രൊഫസി ഈസ് സ്റ്റിൽ ഓൺ. ഈ പ്രവചനം ഇപ്പോഴും എന്താണ്? പൂർത്തീകരിച്ചിട്ടില്ല, നടക്കും. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, അടുത്തുള്ള ഭാവിയിലും വരാനുള്ള ഭാവിയെ കുറിച്ചുള്ള കാര്യമാണ് യേശു ഇവിടെ പറയുന്നത്. अभी हो गया वो बातें, नियर फ्यूचर में हो गया बातें, डिस्टेंट फ्यूचर में होने वाले बातों को यीशु मसीह यहाँ पर कह रहा है. देखो, जब ഈ മന്ദിർ ऐसा डाक दिया जाएगा, ഈ ആലയം ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ എന്താ 16-ാമത്തെ വാക്യം, देखो 24:16, അവിടെ എന്താ പറയുന്നത്? അന്ന് യഹൂദിയരുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. तब यहूदिया में देश में जो लोग किधर भागे? പഹാഡ് पर ഭാഗേ. വെൻ ആർമി ആക്കർ ജബി ഖത്തം കരേഗ, ആർമികൾ വന്നിട്ട് യെരുശലേം നശിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? യഹൂദ മലയിലോട്ട് ഓടണം. എന്നിട്ട് അടുത്ത് നോക്കിക്കേ, ഉസ്കെ നീച്ചെ ദേഖോ ക്യാ ലേക്കെ, വേഴ്സസ് 17, 17-ാമത്തെ വാക്യം, जो जो को जो कोटे पर है वो अपने घर के सामने सामान लेने को नहीं उतरे. വായിച്ചേ മലയാളത്തില്. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ ആ. വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. ടിവിയും പാസ്പോർട്ടും ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങല്ലെന്ന്. घर के नीचे घर में उतर के यो मेरा पर्स, मेरा वो, मेरा बैग, नो नो नो, यू रन, ടൈം नहीं है. അടുത്തത് താഴോട്ട് നോക്കിക്കേ, 18-ാമത്തെ വാക്യം, और जो खेत में अपना कपड़ा लेने के लिए पीछे नहीं लौटे, വയലിലുള്ളവ വസ്ത്രം എടുപ്പാൻ വേണ്ടി മടങ്ങി പോകരുത്. 20-ാമത്തെ വാക്യം 20, ആ കാലത്ത് ഗർഭിണികൾക്കും उन दिनों में गर्भवती और दूध पिलाती होगी उनके लिए हाय हाय. मतलब those who are pregnant, it will be very difficult for them to run. ആർമി വന്ന് ഇങ്ങനെ യെരുശലേമിനെ വിരോധിക്കുമ്പോൾ ഗർഭവതിയായിരിക്കുന്ന ബലഹീനരായിരിക്കുന്ന സഹോദരിമാർക്കൊക്കെ ഓടിപ്പോകാൻ പാടായിരിക്കും എന്ന് യേശു പറയുകയാണ്. യഹൂദന്മാർ ഇതെല്ലാം നേരിട്ടു. യഹൂദിയോനെ ये सब AD 70 में फेस किया. इट वॉज ए ग्रेट ट्रिबुलेशन. യേശു മസീഹ് बोलता है ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം അത്രേ. ആ സമയത്ത് ഫോൾസ് ക്രൈസ്റ്റ്, ഫോൾസ് പ്രോഫറ്റ് ഒക്കെ എഴുന്നേറ്റ് പറയും, ആടെ യേശു തോണ്ട് ആ മൂലക്കത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് കയറി പോകല്ലെന്ന്. उस जमाने में क्या बोलेंगे हमारे में लोग? देखो यीशु मसीह आया है, देखो वो कोने के घर पे यीशु मसीह आया है. तो ये सुन के डिसाइपल्स लोग, नहीं जाना आप लोग, जीसस इनर कोर्ट में नहीं आएगा, इनर रूम में नहीं आएगा. फिर कुछ लोग बोलेंगे, देखो उधर लिखा है 25, 24, 25, 26, 24 തൊട്ട് 26 വരെ, 24 തൊട്ട് 26 വരെ. ചിലർ പറയും, അയ്യോ നോക്കിക്ക് യേശു കൊണ്ട് മരുഭൂമി വന്നിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും കൂടെ ബൈബിളും എല്ലാം പിടിച്ചുകൊണ്ട്, പുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് മരുഭൂമിയിലോട്ട് ഓടൽ യേശുവിനെ കാണാൻ. മരുഭൂമിയിലോ മുറിക്കുള്ളിലൊന്നും ക്രിസ്തു വരുത്തില്ല. रूम के अंदर या मरुभूमि में मसीह आएगा करके लोग बोल के भरमाएंगे, नहीं जाना, डोंट गो. 27-ാമത്തെ വാക്യം, എങ്ങനെയായിരിക്കും ക്രിസ്തു വരുന്നത്? പ്രത്യക്ഷമായി എല്ലാവരും കാണുക വരും. सब लोग जैसा देखता है, सब लोग जिस तरह देख सकते हैं, उस तरह मसीह आने वाला है. वर्सेस 27, क्योंकि जैसी बिजली पूर्व से निकलकर पश्चिम तक चमकती जाती है, वैसे ही मनुष्य के पुत्र का भी आना होगा. മിന്നൽ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്ന പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാം. അതായത് മുറിക്കുള്ളിൽ വരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കരുത്. रूम के अंदर आया करके बोले तो कोई विश्वास नहीं करना. सब लोग देख सकता है, एवरीवन कैन सी द कमिंग ഓഫ് ക്രൈസ്റ്റ്. എല്ലാവർക്കും കാണുന്ന രീതിയിൽ കർത്താവ് വരും എന്ന് യേശു ഇവിടെ പറയുകയാണ്.
29 till 31, 29 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളിൽ ദ ഗ്ലോറിയസ് റിട്ടേൺ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇറ്റ് വിൽ ബി യുനോ എന്തോ അതിന് പറയുന്നത്, എർത്ത് ഷാറ്ററിങ് ഇവൻറ്റ്, ഭൂമിയെ കുലുക്കുന്ന ഒരു സംഭവമായിരിക്കും. अमेरिका ने हिरोशिमा नागासाकी में डाला हुआ आटम बॉम्ब जैसा नहीं होगा. USA ഇട്ട ആറ്റം പോലുള്ള ഭൂമിയെ കുലുക്കിയുള്ള അതിനേക്കാൾ 10 മടങ്ങ് ഷാറ്ററിങ് ആയിരിക്കും. അല്ലേ? അതിൻ്റെ 29ാമത്തെ വാക്യം നോക്കിക്കേ. 29 वर्षन को जरा देखिए. 29, उन दिनों में क्लेश के बादल तुरंत सूर्य अंधकार हो जाएंगे और चांद का प्रकाश जाता रहेगा और तारे आकाश से गिर पड़ेंगे. That will be earth shattering event. It will be earth shattering event. Okay, 30ാമത്തെ വാക്യം पढ़िए जरा हिंदी और मलयालम में. तब मनुष्य के पुत्र का चिन्ह आकाश में दिखाई देगा और तब पृथ्वी के सब कुलों के लोग छाती पीटेंगे. छाती पीटेंगे. क्यों छाती पीटेंगे? क्यों छाती पीटेंगे? अरे भावना सिस्टर ने आकर यीशु मसीह के बारे में बोला था, अरे हमने विश्वास नहीं किया, छाती पीटेंगे. അയ്യോ, ഈ സഹോദരി വന്ന് യേശുവിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നു, ഞങ്ങളത് വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കും. അയ്യോ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു യേശുവിനെ കുറിച്ച്, मेरा माँ ने यीशु मसीह के बारे में बोला था, मेरे पापा ने यीशु मसीह के बारे में बोला था, मेरा पास्टर हर संडे बोलते हैं गॉस्पल 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 गॉस्पल. पास्टर को वही बोलने के लिए छाती पीटेंगे, നെഞ്ചത്തടിക്കും. എല്ലാ ഞായറാഴ്ച പുള്ളി സുവിശേഷം അതേ പറയാനുള്ളൂ പുള്ളിക്ക്. കണ്ടോ? മാനസാന്തരപ്പെട്ട് ചിലത് നെഞ്ചത്തടിക്കും, ചിലത് അയ്യോ ഞങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ്. അത്രയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് होगा वो दिन. लेकिन प्रभु के लोगों के लिए घबराने के लिए कुछ नहीं. वर्सेस 31, 31ാമത്തെ വാക്യം पढ़िए. वह तुरही के बड़े शब्द के साथ अपने दूतों को भेजेगा और वे आकाश के इस छोर से उस छोर तक चारों दिशाओं से उसके चुने हुओं को इकट्ठा करेंगे. हालेलुया. तुरही के आवाज, ओल्ड टेस्टमेंट में तुरही की आवाज क्यों करता है मालूम है? मोसेस जब भी तुरही फूंकता है टू गैदर पीपल, लोगों को इकट्ठा करने के लिए, लोगों को बोलने के लिए वी आर रेडी टू मूव, वी आर रेडी टू गो. എന്തിനാ കാഹളം ഊതുന്ന? പഴയ നിയമത്തിൽ ആൾക്കാരെ കൂട്ടി വരുത്തി മോശ കാഹളം ഊതുമ്പോൾ, അഹരോൻ കാഹളം ഊതുമ്പോൾ, യോശുവ കാഹളം ഊതുന്നത് എന്തിനാ? കൂട്ടി വരുത്തി ആൾക്കാരോട് പറയാൻ, എഴുന്നേറ്റോ, ടെൻറ്റുകളൊക്കെ എല്ലാം എടുത്ത് എഴുന്നേറ്റോ, നമുക്കൊരു യാത്രയുണ്ട്. അതിന് കാഹളം ഊതുമ്പോൾ ഇതുപോലെ ദൂതന്മാർ വന്ന് കാഹളം ഊതിയിട്ട് ദൈവമക്കളോട് പറയുക, സമയമായി, ദ ടൈം ഇസ് ഓവർ, കം. Gathering is people. Gathering is disciples, not believers. Disciples. ശിഷ്യന്മാരെ, അനുസരിക്കുന്ന ശിഷ്യന്മാരെ, കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ, വിശ്വസിക്കുന്നതല്ല അനുസരിക്കുന്ന ശിഷ്യന്മാരെ ചേർത്ത് കൊള്ളുവാൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടും. He will appear in his glory. हालेलुया. हाथ उठाकर हम लोग प्रभु को धन्यवाद करेंगे. हालेलुया, हालेलुया, പ്രൈസ് ദി ലോർഡ്. കൊച്ചുങ്ങൾക്ക് ഐസ ടെൻഷൻ ഓക്കെ ബേട്ടെ, ടെൻഷൻ പിടിച്ച് മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ട. ഹല്ലേലൂയ, സ്തോത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ, പ്രഭുക്ക് ധന്യവാദ് കരെങ്കി. വാട്ട് എ ഹോപ്പ്. എന്തോ വലിയ പ്രത്യാശയാണ് ദൈവമക്കളെ നമുക്ക് നൽകുന്നത്. ഈ കാലത്തെ കഷ്ടതകൾ, വരുവാനുള്ള തേജസ്സിനെ നാം ഒന്ന് ചിന്തിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആനെ वाला उस ग्लोरियस इवेंट को हम लोग याद करेंगे तो ये दिनों का, ये समय का कष्ट कुछ नहीं है कर पौलुस जिस तरह कहता है, इस ग्लोरियस अपीयरेंस. नाउ अपना टाइम बहुत आगे जा रहा है. नाउ आई कम टू द नेक्स्ट पोर्शन. അടുത്ത ഭാഗത്തിലേക്ക് വരാം. and that is 24 का 36 से लेके 25 का 30 तक, 24 36 തൊട്ട് 25 30 വരെയുള്ള വാക്യങ്ങളിൽ there we can see the teaching how we should live until the coming of our Lord Jesus Christ. എങ്ങനെ നാം യേശുവിൻ്റെ ആ മഹത്വ പ്രത്യക്ഷത വരെ ജീവിക്കണം എന്നുള്ള കാര്യമാണ്
യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. യേശു മसीह डिसाइपल्स को सिखा रहा है किस तरह तुम लोग जीना है. यू शुड बी डिफरेंट ഫ്രം ദ വേൾഡ്. ലോകത്തേക്കാൾ വ്യത്യസ്തമായി നിങ്ങൾ ജീവിക്കുന്നവരായി തീരണമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുക. 36 തൊട്ട് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 36ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 36 वचन भी हम लोग पढ़ेंगे तो वहाँ पर लिखा है कि उस दिन और उस घड़ी के विषय में कोई नहीं जानता. इसको हम लोग अच्छी तरह 3-4 बार पढ़ो, क्योंकि अभी ये पिछला महीने में दूसरा एक अफ्रीका से एक बंदा ने आकर बोला अक्टूबर 23 को यीशु मसीह आने वाला है. अक्टूबर 23 को नहीं आया, फिर बोला नवंबर 20 को आने वाला है. नवंबर 20 को भी नहीं आया. कोई नहीं जानता है. ആർക്കും അറിയത്തില്ല യേശു എന്നാ വരുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ വേറെ ഒരാൾക്ക് പോലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അപ്പോൾ യേശുവിന് അറിയത്തില്ലേ? അതൊക്കെ ഒത്തിരി വ്യാഖ്യാനിക്കാനുണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി സമയം പോകും. ഓക്കെ, അപ്പം ആ കാലഘട്ടത്തെക്കുറിച്ചൊന്നും ആരും ഒന്നും ഡേറ്റും കാര്യങ്ങളൊന്നും പറയണ്ട. അതൊന്നും നടക്കത്തില്ല. वो सब नहीं होने वाला. 1988 में एक बंदे ने अमेरिका में बोला यीशु मसीह 1988 में आएगा, जो सब कुछ है बेच दो. सब लोगों ने सब बेच दिया, कपड़ा भी बेच दिया. तू नहीं बिटे कपड़ा भी बेच दिया, गाड़ी बेच दिया, घर बेच दिया, सब बेच के पहाड़ के ऊपर जाके बैठा है. പർവ്വതത്തിൻ്റെ മുമ്പിൽ മേളിൽ ചെന്നങ്ങിരുന്നു. ഇപ്പോൾ വരുന്നത് യേശു മसीह भी नहीं आया. അതിന് കുറച്ച് പേര് ആത്മഹത്യയും ചെയ്തു. कुछ लोग ने आत्महत्या भी कर दिया, क्योंकि सब बेच दिए, यीशु आया नहीं. सो डिसेप्शन, डेट, किसी को कोई डेट नहीं दी है, तो कोई नहीं जानता. ഗോഡ് ദ ഫാദർ ആൻഡ് ജീസസ് ഓൾസോ നോ. യേശുവിനും അറിയാം. അതുകൊണ്ട് സമയമല്ല ഇവിടെ പ്രധാനം, ഈ സമയത്തിൽ നമ്മുടെ ഒരുക്കമാണ് പ്രധാനം. टाइम नहीं है यहाँ पर इम्पोर्टेंट. यीशु मसीह के आने तक हम लोग कैसा जीना, ये इम्पोर्टेंट. ओके, तो कैसा जीना है? 4 പാരബിൾസ് യേശു മसीह തരാം. 4 ഉപമകളാണ് യേശുവിന് കൊടുക്കുന്നത്. 4 ഉപമകൾ, 4 പാരബിൾസ്. 4 तमसीलों को यीशु मसीह दे रहा है. 4 पैराबल्स. नंबर 1 24 का 42 से लेके 44. 24 का 42 से लेके 44. प्लीज अपने वो बाइबल में जरा अंडरलाइन करो, नंबर 1 करके लिखो, ഒന്ന് എഴുതിക്കെ. तो आप लोग को पढ़ने के टाइम समझ में आएगा. ओके, दिस इज नंबर 1. 24 का 42 से लेके 44. नंबर 2 45 से लेके 51, 45 തൊട്ട് 51 വരെയുള്ള വാക്യത്തിൽ രണ്ടാമത്തെ ഉപമ, സെക്കൻഡ് പാരബിൾ, ദ ഗുഡ് ആൻഡ് വിക്കഡ് സെർവൻറ്റ്സ്, നല്ലതും ദുഷ്ടനുമായ ദാസനെ കുറിച്ച്. നമ്പർ 3 ചാപ്റ്റർ 25 വേഴ്സസ് 1 till 13, 25 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിൽ 10 कन्यकमारे कुछ 10 वर्जिन्स के बारे में दिया गया हुआ, 10 कुंवारियों के बारे में दिया गया हुआ है. 1 to 13. 14 से लेके 30 तक 14 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളിൽ നാലാമത്തെ ഉപമ നമുക്ക് കാണാൻ കഴിയും. ദ ഫോർത്ത് पैराबल को हम लोग देख सकते हैं. देखा 4 पैराबल्स अंडरलाइन किया आपके बाइबल में. अंडरलाइन कैसे करना है मैं बताता हूँ. 42 को റൗണ്ട് करके लिखो नंबर 1. 42 വാക്യത്തിൽ ആ വാക്യത്തിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 1 എഴുതിക്കോ, 1. അടുത്തത് 45 ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 2 എഴുതിക്കോ. 45 को राउंड करके 2 करके लिखो. फिर 25 का 1 को राउंड करके 3 करके लिखो. 25 1 राउंड ചെയ്തിട്ട് 3 എഴുത്. 25 का 14 को राउंड करो. 25 14 റൗണ്ട് ചെയ്തിട്ട് 4. So 4 parables. What is this parable? എന്താണ് ഈ ഉപമ? कौन बोलेगा? What is this parable about? क्या है parable? എന്താണ് ഈ ഉപമ പറയുന്നത്? How we should live. നാം എങ്ങനെ ക്രിസ്തുവിന്റെ വരവ് വരെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ എന്താണ് ഒന്നാമത്തെ ഉപമ പറയുന്നത്? ഫസ്റ്റ് पैराबल क्या कहता है? जल्दी कोई भी जरा पढ़िए. 42 से लेके 44 अपने बाइबल खोल के पढ़िए. नहीं, अपने बाइबल को पर्सनल पढ़िए. 42 to 44. व्हाट इज द लेसन? എന്താണ് അതിന്റെ ലെസൺ? ഒരുങ്ങിയിരിക്കുക.
ഉണർന്നിരിപ്പിൻ. ആ വേർഡ് കണ്ട്, ഉണർന്നിരിപ്പിൻ. ജാഗ്തേ രഹോ. ഡിഡ് യു സീ ദാറ്റ്? ജാഗ്തേ രഹോ. ദാറ്റ് ഈസ് എ മെസ്സേജ്. ഉണർന്നിരിക്കണം. വി ഷുഡ് ബി അവേക്ക്. സ്റ്റേ അവേക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്നാൽ ഇനി തൊട്ട് ഞാൻ രാത്രി ഉറങ്ങുന്നില്ല, അതാണോ? तो आज से मैं रात को नहीं सोऊंगा नहीं, वो है क्या इसका मतलब? अभी एक एग्जांपल देता हूँ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ. सब लोग समझ. तुम्हारे घर में एक बेबी सिटर है, समझो. ഒരു ബേബി സിറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് दोनों ഡ്യൂട്ടി जाते हैं. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകും. बेबी सिटर को आपने बोला हम लोग रात को 8 बजे आएगा ड्यूटी से, ഞങ്ങൾ 8 മണിക്കേ വരത്തുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. तो उसके लिए बेबी का डाइपर चेंज करना, बेबी को नहलाना, बेबी को सुबह दोपहर शाम को खाना देना, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഫുഡ് കൊടുക്കണം, ഡൈപ്പർ മാറ്റണം, കുളിപ്പിക്കണം, പിന്നെ വീട് വൃത്തിയാക്കണം, घर साफ करना है, खाना बनाना, एवरीथिंग आप रेडी करके रखना, എല്ലാം റെഡി ആക്കി വെക്കണം. ഞങ്ങൾ 8 മണിക്ക് വരും, നമ്മൾ 8 बजे आएंगे. ये बोल के गया. ഇത് പറഞ്ഞിട്ട് പോയി. ഈ ബേബി സിറ്റർ ഇവർ പോയ പുറേ വിൻഡോ തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുവാന്നോ? क्या ये बेबी सिटर ये पेरेंट्स लोग जाते समय विंडो खोल के वो लोग आने तक ऐसे इंतजार में है क्या? अवेक. तो अवेक का मतलब क्या है? എന്താണ് ഈ ഉണർന്നിരിക്കുന്ന അർത്ഥം എന്തുവാ? व्हाट इज द मीनिंग ऑफ अवेक? उसका मतलब दिया गया हुआ ड्यूटीज को करना है. തന്നിരിക്കുന്ന ദൗത്യങ്ങളെ നാം ചെയ്തോണ്ടിരിക്കണം. അതാണ് ഉണർന്നിരിപ്പിക്കേണ്ട അർത്ഥം. അല്ലാതെ ഇങ്ങനെ യേശു ഇങ്ങനെ വരുമെന്ന് ന്യൂസ് പേപ്പറും തുറന്ന് ഇസ്രായേലിനെ നോക്കി ഭൂകമ്പം നടക്കുന്നുണ്ടൊക്കെ നോക്കി പിന്നെ ഇങ്ങനെ വെളിയിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ ആകാശത്തോട് നോക്കിയിരിക്കുക അല്ല എൻ്റെ അർത്ഥം. जागते रहने का मतलब ये नहीं कि न्यूज़पेपर में पढ़ना किधर लड़ाई हो रहा है, वर्ल्ड वॉर 3 किधर से होने वाला, इराक से होने वाला है, अमेरिका से होने वाला है, ट्रम्प होगा शायद एंटी क्राइस्ट. कुछ लोगों को कोई काम नहीं है, ഒരു പണിയില്ല ചിലർക്ക്. ट्रम्प होगा शायद एंटी क्राइस्ट. फिर आकाश में भी देखते हैं किधर उड़ा यीशु मसीह किधर आएगा. नो, स्टे अवेक का मतलब वो नहीं है. എന്താ എൻ്റെ അർത്ഥം? क्या है इसका मतलब? जिस तरह बेबी सिटर को दिया हुआ ड्यूटी, क्या क्या ड्यूटी है? बच्चे का काम करना है, घर का काम करना है. ഷീ ഹാസ് ടു ഫുൾഫിൽ ഹർ ഡ്യൂട്ടീസ്. കൊടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കണം. അപ്പോൾ പാസ്റ്റർ എന്തോ ഞങ്ങൾക്ക് തന്ന ദൗത്യം എന്തോ? हमको मिला हुआ ड्यूटी क्या है? आप तो पास्टर है, आपको तो प्रचार करना, चर्च मीटिंग विजिटिंग वो सब है. हम लोग को क्या ड्यूटी? ഞങ്ങൾക്ക് എന്തോ ദൗത്യം? നിങ്ങൾ പാസ്റ്ററാ, നിങ്ങൾ മീറ്റിംഗ് പിന്നെ ചർച്ച് വിസിറ്റിംഗ് ഇതെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് എന്തോ അമാര ഡ്യൂട്ടിക്ക് 28 19 and 20, 28 19 20 നമുക്ക് എല്ലാവർക്കും ഉള്ള ദൗത്യം നോക്കിക്ക്. 28 19 and 20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവി. ഇത് പാസ്റ്റർമാർക്ക് വേണ്ടിയുള്ള ദൂതാണോ അതോ എല്ലാവർക്കും ഉള്ള ദൂതാണോ? सारे व्यक्तियों को जाकर चेला बनाना, ये किसके लिए? पास्टर लोगों के लिए काली है कि सबके लिए? किसका ड्यूटी है? എല്ലാവർക്കും, सबके लिए. सबके लिए, सबके लिए है ना. तो उसके लिए पास्टर मैं अभी किधर जाऊँ? अभी दुबई का काम छोड़ के मैं कल अफ्रीका जाऊँ? അപ്പോൾ പാസ്റ്റർ ഞാൻ എന്ത് ചെയ്യണം? ദുബായിലെ ജോലി വിട്ട് ഞാൻ നാളെ ആഫ്രിക്കയിൽ പോട്ടെ? എന്നോ, ആഫ്രിക്കയിൽ പോകാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കോണം. परमेश्वर ने अफ्रीका जाने तो बोलने के जाना है. എന്താ എൻ്റെ അർത്ഥം? ശിഷ്യരാക്കൻ്റെ അർത്ഥം എന്താ? ചേല ബനാനിക്ക് मतलब നമ്പർ 1 ഞാൻ ശിഷ്യനാണോ എന്ന് ആദ്യമേ നോക്കണം. കാരണം ശിഷ്യന് മാത്രമേ ശിഷ്യനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. चेला है क्या मैं करके पहले अपने आप को पहले सोचना चाहिए. चेला ही दूसरा चेला को बना सकता है. ശിഷ്യനെ ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? ആണോ? അല്ലേ? ആണ് അങ്ങനെ. അപ്പം ഈ ശിഷ്യൻ
മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഒരാളോട് സുവിശേഷം പറഞ്ഞ് അവന് ശിഷ്യനാക്കണം. നാളെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം ആ കാണുന്ന വ്യക്തിയോട് സുവിശേഷം പറയണം. എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നിടമെല്ലാം കാണുന്നവരെ സുവിശേഷം പറഞ്ഞ് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാവരും വരണമെന്നില്ല, എന്നാൽ എല്ലാവരോടും പറയണമെന്നുണ്ട്. सब लोग आएगा करके नहीं लिखा है, लेकिन सब लोगों को बोलना है करके प्रभु ने हमको बोला है. मार्केट में गया, सुसमाचार सुनाना है. मैं टैक्सी में अगर बैठ गया तो टैक्सी वाले को मैं सुसमाचार बोलता. ഞാൻ ടാക്സിയിലിരുന്നാൽ ടാക്സിക്കാരനോട് നിർബന്ധമായിട്ട് ഞാൻ സുവിശേഷം പറഞ്ഞിരിക്കും. डॉक्टर के पास जाएगा तो डॉक्टर को सुसमाचार में सुनाएगा. मुझे किधर भी मौका मिलते आई स्पीक द गॉस्पल. मैं अपने बेटी को नीचे छोड़ने के लिए जाता हूँ. ഞാൻ രാവിലെ എൻ്റെ മോളെ താഴെ വിടാൻ പോകും. അപ്പോൾ ഒരു സഹോദരി, एक सिस्टर क्रिश्चियन नहीं, मेरे बारे में पूछा, मैं क्या करता है, जॉब क्या करता है, सब. मैं बोला मैं पास्टर है, सब पूछा. 1-2 महीने के बाद मैं उनको सुसमाचार सुने, सुविशेषम पर. मेरा एक गॉस्पल का एक 1 आवर का मैसेज उनको फॉरवर्ड करके दे, प्लीज हियर दिस. ചർച്ച് में आया वो नहीं है, ചർച്ചിൽ വന്നൊന്നുമല്ല, ഷീ ഹേർഡ് ദ ഗോസ്പൽ, സുവിശേഷം കേട്ടു. അതാ നമ്മുടെ ദൗത്യം. अब രാവിലെ പോയത് എന്തിനാ? കൊച്ചിനെ വിടാൻ മാത്രമല്ല, बच्चे को छोड़ने के लिए खाली नहीं गया, बच्चे को छोड़ने के लिए गया, बट उससे भी ऊपर परमेश्वर ने मुझे एक ड्यूटी दी है. കർത്താവ് എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. എന്തുവാ? ടെൽ ദ ഗോസ്പൽ. അതിന് നമുക്ക് പേടിയല്ലേ? അയ്യോ പാസ്റ്റർ, നമ്മൾ ഈ പറഞ്ഞ് പിടിച്ചകത്തിട്ടാലോ, അല്ല കല്ലെറിഞ്ഞാലോ, അടിച്ചാലോ, തെറി വിളിച്ചാലോ, अरे पास्टर ऐसा बोलेगा तो लोग गाली देगा तो, अरे उन लोग को कुछ बोलेगा तो, जेल में डालेगा तो. डर है ना, ഒരു പേടി. പ്രാർത്ഥന करो, परमेश्वर वो डर मेरे अंदर से निकाल दे. ആ പേടി എൻ്റെ ഉള്ളിൽ മാറ്റണം. I will speak the gospel to my dear brothers and sisters. जो भी मुझे मिलेगा, I will speak about Jesus to them. ഇത് നമ്മുടെ ദൗത്യമല്ലേ? ये हमारा ड्यूटी है ना, हमारा ड्यूटी. എനിക്ക് നല്ലൊരു അവസരം കിട്ടി. मुझे बहुत एक अच्छा अवसर, मैं I still cherish that. लता आंटी का कंपनी का स्टाफ लोगों को 25 दिसंबर में सुसमाचार, कितना लोग, आई डोंट नो, सशंकल नोज द डिटेल, कितना लोग, ऑल वर्ग के लोग आए थे, ऑल सारा रिलीजन के लोग हैं. ओपनली हु इज जीसस, व्हाट इज गॉस्पल. उसके बाद जीसस का फिल्म भी दिखाया. प्रार्थना की उनके लिए कि कोई भी नाश नहीं हो, सुसमाचार को रिस्पॉन्ड करे, सुविशेषते रिस्पॉन्ड ചെയ്യണം. वो फैमिली ने उसके लिए खोल के दिया, കുടുംബം അത് തുറന്നു വന്നു, ടു സ്പീക്ക് ദ ഗോസ്പൽ ടു ദ പീപ്പിൾ. സുവിശേഷം പറയണം ഇവരോട്. ഐ ഗോ ടു ദറ്റ് കമ്പനി, ആ കമ്പനിയിൽ ഞാൻ പോകും. അവിടെ കുറച്ച് നേരം ഇരുന്ന അവിടെ എല്ലാവരും ഒരുമിച്ച് വരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. सब लोग आते आने के वक्त उनके सबके लिए प्रार्थना करता है. ഓൾ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ലഭിക്കുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസ് സുവിശേഷം പറയണം. ടെൽ ദ ഗോസ്പൽ ടു അതേഴ്സ്. हालेलुया. अल्लाह നമുക്ക് കർത്തവ്യം. वो ड्यूटी परमेश्वर ने मुझे आप लोगों को दी है, टू स्पीक द गॉस्पल. तो what is the meaning of waiting? എന്താണ് അതിൻ്റെ അർത്ഥം? what is the meaning of it? to fulfill our duties. രണ്ടാമത്തെ सेकंड पैराबल्स में जल्दी जाएंगे हम लोग, समय भी ज़्यादा जा रहा है. 24 का 45 से लेके 51, 45 തൊട്ട് 51 വരെയുള്ള വാക്ക് നോക്കിക്കേ. एक सर्वेंट, ही वॉज फेथफुल. उसका जो सर्वेंट ने, उसका जो मास्टर ने दिया, वह सारे बात में फेथफुल था. തൻ്റെ യജമാനൻ കൊടുത്ത സകല കാര്യത്തിലും വിശ്വസ്തനായിരുന്നു. he was faithful. he was faithful. അപ്പോൾ കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ദൗത്യം ചെയ്യണം? നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്ക് തന്നതെല്ലാത്തിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമുക്ക് തന്ന പണം, हमको दिया हुआ पैसा, हमको दिया हुआ बच्चा, हमको दिया हुआ जॉब, हमको दिया हुआ सब कुछ എല്ലാത്തിലും നമ്മൾ വിശ്വസ്തത ഉള്ളവരായിരിക്കണം. we should be faithful. എന്നാൽ മറ്റേ ആൾ നോക്കിക്കേ, ദുസറാദ്മിക്ക് देखे, ഓ കർത്താവ് ഇനിയിപ്പോൾ കുറേ വർഷം കൊണ്ട് പറയുന്നുണ്ട് വരുമെന്ന്. परमेश्वर बहुत साल से बोल रहा है, आ रहा है करके. वो क्या किया? वो मजा उड़ाया. he was not serious.
ഓക്കെ, മൂന്നാമത്തെ ഉപമ, തേർഡ് പാരബിൾ, ചാപ്റ്റർ 25 വേഴ്സസ് 1 to 13, 1 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. വൈസ് ആൻഡ് ഫൂളിഷ് വെർജിൻസ്, ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്ത, ബുദ്ധിഹീനരായിരിക്കുന്ന ആ ആ ആ വ്യക്തികളെ നമുക്കവിടെ കാണാൻ കഴിയും 25-ാമത്തെ അധ്യായത്തിൽ. കന്യകമാരെ കുറിച്ചുള്ള അവിടെയും എന്താണ് മെസ്സേജ്? ഉധർ ബി മെസ്സേജ് ക്യാ വേഴ്സസ് 13 13-ാമത്തെ വാക്യത്തിലുണ്ട് മെസ്സേജ്. 13 വേഴ്സസ് में देखिए क्या मैसेज, मैं डिटेल में नहीं जा रहा हूँ. വേഴ്സസ് 13, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. അവിടെ ഉണർന്നിരിപ്പീൻ, മെസ്സേജ് സെയിമാ, ബി വാച്ച്ഫുൾ. അതാണ് ആ ഉപമയുടെ സാരാംശം. वो मैसेज वो यीशु मसीह ने बोला हुआ पैराबल का मॉरल ऑफ द स्टोरी वो है 13 वर्सेस. इसलिए जागते रहो. You don't know when the bridegroom is coming. Let the lamp burn. ആവശ്യത്തിന് എണ്ണയുണ്ടോ എന്ന് നോക്കണം. അല്ലാതെ ഞാൻ കുറച്ച് കഴിയുമ്പം ഞാൻ അവരുടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോളാം എന്ന് കിട്ടത്തില്ല, അങ്ങനെ കിട്ടത്തില്ല. मैं थोड़ा टाइम के बाद उससे थोड़ा ऑयल लेगा सोचेगा तो नहीं होएगा. मैं एक बात पूछता हूँ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഹോസ്പിറ്റലിൽ കിടക്കുമെന്ന് വിചാരിച്ചോ, हमारे कोई फ्रेंड हॉस्पिटल में पड़ा समझो, पूरा हेल्थ गया, മൊത്തം ഹെൽത്ത് പോയി. നമ്മൾ അവിടെ ചെന്നിട്ട് ആ പുള്ളിയോട് പറയുമോ, നമ്മൾ ഉധർ जाकर उसको बोलेगा क्या, भाई साहब मैं आपसे बहुत प्यार करता हूँ, मैं 50 किलो हेल्थ आपको देके जाता हूँ. देके जा सकते? ഒരു 50 കിലോ ഹെൽത്ത് അങ്ങോട്ട് തന്നിട്ട് ഞാൻ പോകാം എന്ന് പറയാൻ പറ്റുമോ സ്നേഹിതനാണെങ്കിൽ? എത്ര സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ആപ്പിളും ഓറഞ്ച് കൊണ്ടു കൊടുക്കാൻ പറ്റും. ആപ്പിൾ और ऑरेंज लेके जा सकता है, हमारा हेल्थ नहीं दे सकता. वी कैनॉट गिव अवर हेल्थ. व्हाट डज दैट मीन? हम लोग खुद ही अपना आत्मिक जीवन प्रभु के आश्रय, प्रभु पर आश्रय रखकर, प्रभु पर we should be full in his grace and we should grow in our spiritual life. This spiritual life cannot be transferred to my wife, to my children, and they cannot transfer to me. ആ ആത്മിക ജീവിതം അപ്പന് മകൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അല്ല, അമ്മയ്ക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റത്തില്ല. അവരവർ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവർ ആത്മീകരായി വളരുന്നത് അവരവർക്കാണ് അതിൻ്റെ ഫലമുള്ളത്. ഇഫ് വി ഗ്രോ സ്പിരിച്വലി for us, spiritually it is benefit for ourselves. We cannot transfer our spiritual health to anybody. So these people were very casual. അവർ വളരെ കാഷ്വൽ ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു അവരുടെ ലൈഫ്. അങ്ങനെ ഉണർന്നിരുന്നില്ല. they were not serious about their Christian faith. അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ സീരിയസ് അല്ലായിരുന്നു. ഇനി അടുത്തത് 14 30, 14 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളിൽ there you can see 5 താലന്ത്, പിന്നെ 3 താലന്ത്, 2 താലന്ത്, പിന്നെ 1 താലന്ത്. हम देखते हैं कि 16, 17, 18 वचन में जरा देखिए. 25 का 16, 17, 18 वचन में, जिसको 5 तोड़े मिले थे और उसने तुरंत जाकर उसने लेन देन किया और 5 तोड़े और कमाए. इस रीति से जिसको 2 मिले थे उसी ने भी 2 और कमाए. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന്, ആ വേർഡ് കണ്ടോ, ഉടനെ. എന്ത് ഉത്സാഹമാണ് നോക്കിക്കേ, കിട്ടി ഉടനെ 5 കൂടെ. 2 കിട്ടിയവൻ ഉടനെ അടുത്തത് 1 കിട്ടിയവൻ എന്ത് ചെയ്തു? ഉടനെ ഒന്ന് കുഴിച്ചിട്ടു. ഒരു ഉത്സാഹവും ഇല്ല, ഒരു ഉത്സാഹവും ഇല്ല. देखिए 5 जिसको मिला उसने तुरंत जाकर और 5 कमाया. 2 जिसको मिला उसने और 2 कमाया. एक ने क्या किया? जाकर जमीन पर गाड़ दिया. देखो, the problem is परमेश्वर हमको देता वो opportunities, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? हमको देता वो opportunities को हम लोग किस तरह यूज करते हैं? Are we trading it? Are we putting in the business? Are we trading it for more? നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമ്മൾ അതിനെ ട്രേഡ് ചെയ്ത് അതിനെ വളർത്താനാണോ നോക്കുന്നത്? അതോ ഈ 1 കുഴിച്ചിട്ടാൻ എന്തോ പറയുന്നറിയാമോ? ബ്രദറെ, ഞാൻ പള്ളി പോകുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല,
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവനാമത്തിന് കൊടുക്കുന്നുണ്ട്, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ എൻ്റെ കാര്യം കറക്റ്റായിട്ട് പോകും. അങ്ങനെ തൃപ്തിപ്പെട്ട് മാത്രം പോകുകയാണ്. मैं चर्च जाता हूँ, मैं किसी को कोई प्रॉब्लम नहीं लेके आता हूँ, मैं तो प्रॉपर टाइम देता हूँ, मेरा सब कुछ बराबर 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 है. He is not trading what God given opportunity. അല്ലേ? ഞായറാഴ്ച ഒരു ദിവസം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചങ്ങ് പോകുന്നല്ലാതെ ദൈവം നമുക്ക് തരുന്ന സമയവും സാഹചര്യവും ഒക്കെ ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ചെലവിടുന്നുണ്ടോ? प्रभु हमको देता हुआ टाइम और अपॉर्चुनिटी प्रभु के काम के लिए, प्रभु ने दिया हुआ उस ड्यूटी के लिए, हाउ मच वी आर स्पेंडिंग टाइम. जस्ट गोइंग टू द चर्च विल नॉट मेक थिंग्स राइट. जस्ट गोइंग एंड हियरिंग एंड कमिंग, उसके ऊपर दूसरा कुछ नहीं. അതിൻ്റെ മേളിൽ വേറെ ഒരു കാര്യമില്ല. സൂമി വന്നിരുന്നു, ഓക്കെ, സൂമി വന്നിരുന്നു, രണ്ടുപേര് പ്രാർത്ഥിച്ചാട്ടെ, ദോ ലോഗ് പ്രാർത്ഥന കരെ, ഓ അവർ പ്രാർത്ഥിക്കട്ടെ. എന്താ പ്രാർത്ഥിക്കാത്ത? ക്യൂ നീ പ്രാർത്ഥന കറേ? വൈ വി ആർ നോട്ട് പ്രേയിങ്? എന്താ ലഭിക്കുന്ന സമയം സാഹചര്യം നമ്മൾ ഉപയോഗിക്കാത്ത? എന്താ? വൈ വി ആർ ഹൈഡിങ് ഇറ്റ്? വൈ വി ആർ പുട്ടിങ് ഇറ്റ് അണ്ടർ ദ സോയിൽ? ക്യൂ हम लोग उसको दबा के रख रहे हो? ലിസൺ ടു ദിസ്. ഇതിനെല്ലാം കണക്ക് കൊടുക്കണം. ഇസ്കാ സബ്കാ അക്കൗണ്ടബിലിറ്റി പ്രഭുക്കു ദേനാ ഹൈ. നിനക്ക് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിരുന്നിട്ട് നീ പ്രാർത്ഥിച്ചില്ല. നിനക്ക് ദൈവവചനം വായിക്കാൻ ഇഷ്ടം പോലെ സാഹചര്യവും അവസരവും മുഖാന്തരവും എല്ലാം ഞാൻ നിനക്ക് തന്നിട്ട് നീ അതിനെ ഉപയോഗിച്ചില്ല, അതിനെ ഹിഡ് ചെയ്തില്ലേ? ഇത്ര അച്ഛ कलिसिया में मैंने तुझे रखा, प्रभु का वचन सीखने के लिए अवसर मैंने तुझे बार बार दिया, सारा अपॉर्चुनिटीज तुझे, सारा अवसर मैंने तुझे दिया, यू हिड इट. കിട്ടിയ അവസരം മുതലാക്കിയില്ല. കിട്ടിയ അവസരം, ഹാ 2 കിട്ടിയല്ലോ, ഇത് 4 ആക്കണം എനിക്ക്, 2 मिलाना मुझे, उसको मैं 4 करना चाहता हूँ. ആ ഉത്സാഹമില്ല. ലേസിയാ. लेजी है. देखो मैं नहीं बोल रहा हूँ, उधर लिखा है उसका 26 देखो, 26ാമത്തെ വാക്യം നോക്കിക്കേ. 25ന്റെ 26ാമത്തെ വാക്യം. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. उसके स्वामी ने उसे उत्तर दिया, ये दुष्ट और आलसी दास. അപ്പം അടുത്ത വട്ടം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചാടിക്കേറി പ്രാർത്ഥിച്ചോണം കേട്ടോ. अगला बार प्रार्थना करने के लिए जब भी बोलते हैं तो प्रार्थना करना, ഗോഡ് ഗിവൻ മീ ദിസ് ഓപ്പർച്യൂണിറ്റി, ദൈവം എനിക്ക് തന്ന അവസരമാണ്, ഐ എം ഗോയിങ് ടു പ്രേ. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഐസാ പ്രാർത്ഥന करना चाहिए. whenever God opens opportunity for me to speak God's word, I will pray. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് അവിടെ പോകണോ, കർത്താവ് എനിക്ക് നിയോഗം തരുന്നത് എനിക്ക് എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് ദൈവവചനത്തിൻ്റെ പ്രകാശം കിട്ടും. അപ്പോൾ എനിക്കറിയാം ഇത് പോകേണ്ട അവസരമാണ്. ഐ ടേക്ക് ദാറ്റ്. അവിടെ ചെന്ന് കളിയും തമാശയും പറഞ്ഞ് ആൾക്കാരെ ചിരിപ്പിച്ചിട്ടും പോകത്തില്ല. അവിടെ ചെന്ന് പ്രസംഗിച്ച് ദൈവവചനം പറഞ്ഞിട്ട് വരും. കർത്താവ് തന്ന ദൗത്യം എന്തെങ്കിലും നേടാനോ പേരോ പൈസയോ ആൾക്കാരെ കാണിപ്പിക്കാനോ? നോ. ദൈവം എനിക്ക് തന്ന അവസരം ദൈവനാമ മഹത്വത്തിനായി ഞാനത് ചെയ്യും എന്നുള്ള ഉത്സാഹം നമുക്ക് വേണം. അതിന് പ്രതിഫലം ഇവിടെ അല്ല കിട്ടുന്നത്, അവിടെ കിട്ടുന്നത് പ്രതിഫലം. उसका रिवॉर्ड इधर नहीं मिलने वाला, उधर मिलने वाला है. इसके लिए प्रभु देता हुआ हर एक अपॉर्चुनिटीज को वी हैव टू ग्रैब इट, वी हैव टू डू दैट. മടിയന്മാരായി പോകല് പ്രിയരെ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ലാസ്റ്റ് 31 46, 31 തൊട്ട് 46 വരെയുള്ള വാക്യങ്ങൾ. ദ ഫൈനൽ ജഡ്ജ്മെന്റ്. അതിൻ്റെ 34ാമത്തെ വാക്യം, 34 verses जरा देखिए क्या लिखा है. हिंदी में जरा पढ़िए 34 verses और मलयालम में पढ़िए. तब राजा अपनी दाहिनी ओर वालों से कहेगा, हे मेरे पिता के धन्य लोगों, आओ उस राज्य के अधिकारी हो जाओ जो जगत के आदि से तुम्हारे लिए तैयार किया गया है. രാജാവ് തൻ്റെ വലത്ത് ഉള്ളവരോട് അരുളി ചെയ്യുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. മനസ്സിലാവുന്നുണ്ടോ? അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനത്തിൽ മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഇവർക്ക് രാജ്യം ലഭിച്ചതേ ഇവരെന്തെങ്കിലും ചെയ്ത നന്മ പ്രവൃത്തികൾ കൊണ്ടല്ല. അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ കൃപയാൽ.
യേശുക്രിസ്തുവിൻ്റെ നീതീകരണത്താൽ, യേശു അവരെ നീതീകരിച്ചതുകൊണ്ട്, ദൈവം അവർക്ക് കൃപ കൊടുത്ത് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് രാജ്യം അവർക്ക് പിതാവ് കൊടുക്കും. देखिए वहां पर क्या लिखा है? वहां पर लिखा है कि तुम राज्य के अधिकारी हो जाओ और आदि से तैयार किया वो राज्य के अधिकारी हो जाओ करके लिखा है. इनके कामों के वसीले से नहीं इनको राज्य के अधिकारी मिला, बल्कि किसके लिए मिला मालूम है? क्योंकि पिता के धन्य लोग हैं. पिता ने इनको आशीष दिया, पिता ने इनको कृपा दिया, पिता ने इनको सैल्वेशन दिया बाय ग्रेस. इसके लिए ये लोग धन्य लोग हैं. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? ऐसे उद्धार पाए वो लोग क्या करना चाहिए? क्या करना चाहिए? उसका नीचे लिखा है, ഞാൻ വിശന്നു, നിങ്ങൾക്ക് എനിക്ക് ആഹാരം തന്നു. ഞാൻ ദാഹിച്ചു, നിങ്ങൾക്ക് എനിക്ക് വെള്ളം തന്നു. ऐसा उद्धार मिले हुए लोग, ऐसा नजात मिले हुए लोग आगे क्या करना चाहिए? यीशु मसीह क्या बोलता है? मैं भूखा था, तुमने खाना दिया. मैं प्यासा था, तुमने पानी दिया. मुझे कपड़ा नहीं था, तुमने मुझे कपड़ा दिया. എനിക്ക് നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് തുണി വസ്ത്രം തന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, അയ്യോ കർത്താവേ, ഞങ്ങൾ അങ്ങ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ്, നിങ്ങൾ ഈ എളിയവർക്ക് ചെയ്തുകൊണ്ടല്ലോ എനിക്ക് ചെയ്തു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾ ആ ദിവസം തൊട്ട്, എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട ദിവസം തൊട്ട് നീതിയോടെ നടക്കണം. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. മനുഷ്യരോട് കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയോടെ. അന്നത്തെ ദിവസം ചോദിക്കും, വൃഥാ പറഞ്ഞതും ചുമ്മാ പറഞ്ഞതും മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചതും വേദനിപ്പിച്ചതും മനഃപൂർവ്വമായി അവരുടെ പേരിന് സ്ലാൻഡർ, ഇതിനെല്ലാ ദിവസവും കണക്ക് കൊടുക്കണം. मुंह से बोलता हुआ बातें, जीवन में करता हुआ बातें, सबका जजमेंट दिन में हमको जवाब देना पड़ेगा. सी our relationship to others is very important. മറ്റുള്ളവരോടുള്ള നമ്മുടെ ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രക്ഷിക്കപ്പെട്ടവർ ദൈവത്തോട് മാത്രമല്ല, വെർട്ടിക്കൽ ബന്ധം മാത്രമല്ല, ഒറിസോണ്ടൽ. വെർട്ടിക്കൽ സംബന്ധ കാലിനി, ബൽക്കി ഒറിസോണ്ടലി ഹൗ വി റിലേറ്റ് ടു അതേഴ്സ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ളവരോട് परमेश्वर क्या बोलता है? देखिए वर्सेस 46 लास्ट वर्ड्स हम लोग पढ़कर बंद करेंगे. 46ാമത്തെ വാക്യം വായിച്ച് നമുക്ക് അവിടെ നിർത്താം. और ये अनंत दंड भोगेंगे परंतु धर्मी अनंत जीवन में प्रवेश करेंगे. ഇവർ നിത്യ ദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആ റിവാർഡ് എന്താ പ്രിയരെ? ഓക്കെ, എന്താ റിവാർഡ്? ഇങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നീതീകരണം പ്രാപിച്ച ദൈവമക്കൾ നീതിയോടെ നടക്കുമ്പോൾ നിത്യജീവനിലേക്ക് അവർ പ്രവേശിക്കും. നിത്യജീവൻ ഉनको मिलेगा. Justified by faith. And when you are after justified by faith, you live a right living. There's a reward at that final judgment. उद्धार नहीं पाया और सही नहीं जिया तो we will face condemnation on that day. രക്ഷിക്കപ്പെടാത്ത, നീതിയിൽ ജീവിക്കാത്ത വ്യക്തികൾക്ക് നിത്യദണ്ഡനമായിരിക്കും. രണ്ട് സ്ഥലമുള്ളൂ. ദോയി ജഗ, നിത്യദണ്ഡനം, നിത്യജീവൻ. हमेशा का पनिशमेंट नहीं तो हमेशा का जिंदगी. Let's close our eyes. Let's pray. Let us prepare ourselves. നമ്മളെ തന്നെ ഒരുക്കാം. ഒരുക്കുകൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, മൗനമായി പാസീവായിട്ട് ഇരിക്കുന്നതിൻ്റെ അല്ല എൻ്റെ അർത്ഥം. ദൈവം നമുക്ക് തന്ന അവസരങ്ങളെ പാഴാക്കാതെ, ദൈവം നമുക്ക് തന്ന ടൈം അതിനെ കളയാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നമ്മൾ തീരണം. ദൗത്യത്തിൽ ഏർപ്പെടുന്നവരായി തീരണം. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ദൈവം വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വേണം. मेरा और आपस का इंटरपर्सनल रिलेशनशिप कितना इंपॉर्टेंट है, प्रभु कितना ध्यान से देखता है कर हम लोग सब लोग उसको समझना है. वॉचफुल रहना है, പ്രിപ്പയർഡ് होना है by fulfilling the duty. ആ ദുഷ്ടദാസിനെ പോലെ ആവരുത്, ആ മടിയനായ ദാസിനെ പോലെ ആവരുത്. वो लेजी, आलसी और दुष्ट दास के जैसा नहीं होना चाहिए. हम अपने आप को समर्पित करेंगे.